ഓക്കെ. ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയാണ്. വിഷു ആഘോഷങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു എങ്കിലും നമ്മൾ ഒത്തുകൂടുന്നത് ഈ സമയത്തായതുകൊണ്ടാണ് ഈ ആശംസകൾ ഇപ്പോൾ അറിയിക്കുന്നത്. നിങ്ങളെല്ലാവരും വിഷു നന്നായി ആഘോഷിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോഴുള്ള അടുത്ത കാലത്തുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലേ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആയിട്ട് നമുക്ക് ആഘോഷിക്കാൻ ലഭിക്കുന്ന യാതൊരു സന്ദർഭവും നമ്മൾ ഒഴിവാക്കാറില്ല. പക്ഷെ ആഘോഷം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നതിൽ വ്യത്യാസമുണ്ടാകാം. ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ആഘോഷിച്ച രീതിയും അത് ഉൾക്കൊണ്ട അവസ്ഥയും ഇന്ന് നിങ്ങൾ ആഘോഷിച്ച അവസ്ഥയും തമ്മിൽ വ്യത്യസ്തമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇന്നലെ വരെ ചിലപ്പോൾ ആഘോഷം എന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തതാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തതായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതല്ല ആണോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. ഇന്ന് നിങ്ങൾ അനുഭവിച്ച, ഇന്ന് ആഘോഷിച്ച വിഷുവും ഇത്രയും വർഷം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ വിഷുവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈവൻ ഒരു പടക്കം, വിഷുവിന് പടക്കമാണ് പ്രധാനം. ഈവൻ ഒരു പടക്കം പൊട്ടിക്കുമ്പോഴും ആ പടക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പോലും എവിടെയോ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ കേൾവിയിലും ആസ്വാദനത്തിലും ഉണ്ടായിട്ടുണ്ടാവുമെന്നത് യാതൊരു തർക്കവും. അത് യാതൊരു തരത്തിലും വ്യത്യാസപ്പെടേണ്ടതില്ല. കാരണം ഇപ്പോഴാണ് നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കെപ്പോഴാണോ നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും സംതൃപ്തിയെയും അറിയാനും ഉൾക്കൊള്ളാനും സാധിച്ചിരിക്കുന്നത്, അപ്പോൾ മാത്രമാണ് യഥാർത്ഥ ആഘോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? നമ്മളിപ്പോൾ ആഘോഷിച്ച ആഘോഷവും പണ്ട് ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്ത് നോക്കട്ടോ. 122 പേരും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. എത്ര പേര് ഇപ്പൊ ഒരു 30ഓളം ആൾക്കാരെ ഓക്കെ എന്ന് പറഞ്ഞു. മറ്റുള്ളവർക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. കാരണം എന്തുകൊണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ അറിഞ്ഞ കാര്യമാണ്. ജീവിതത്തിൽ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എവിടെയാണ് ഉണ്ടായത്? നിങ്ങൾ അകത്ത് തന്നെയാണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്. കാരണം നിങ്ങൾ ഇതുവരെ തേടിയത് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം വരുമല്ലോ എന്ന ചിന്തയിൽ നിന്നും നമ്മൾ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഒരുപാട് സമയമൊക്കെ എടുത്ത് വിഷു സദ്യയൊക്കെ ഒരുക്കി, വിഷു കണിയൊക്കെ ഒരുക്കി, മക്കളും ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുടുംബങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അത് കഴിക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്ന സന്തോഷത്തിൽ നിന്നും നമ്മളൊരു ഹാപ്പിനെസ് കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം തന്നെ നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് മനുഷ്യന് ആവശ്യമുള്ളത്. വളരെ ലളിതമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ രാത്രി വെച്ച കണി രാവിലെ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു വ്യത്യസ്തത, ഇതിനപ്പുറത്തുള്ള എന്തോ ഒരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വിഷുവിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചോളൂ, 14/4/2025 വിഷു ആഘോഷം എന്നുള്ളത് എന്റെ ജീവിതത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. കാരണം ഇന്നേ ദിവസമാണ് ഞാൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സന്തോഷം അനുഭവിക്കുക എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയ ദിവസമാണ്. എന്റെ ഒരു കാര്യം പറയാം. ഇന്നത്തെ ദിവസം ഞാൻ പ്രത്യേകിച്ച് ഇന്നൊന്നും ചെയ്തില്ല. രാവിലെ എനിക്ക് തോന്നി നിങ്ങൾക്ക് രാവിലെ മെഡിറ്റേഷൻ നൽകണമെന്ന് കരുതി ഞാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി എല്ലാവരും കണി കാണുന്ന തിരക്കിലും അതിൻ്റെ ഇടയിൽ കയറി മെഡിറ്റേഷൻ
മെഡിറ്റേഷൻ നമുക്ക് പിന്നെയും ചെയ്യാം, പനി കാണുന്നത് നമുക്ക് പിന്നെയും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മെഡിറ്റേഷൻ ഞാൻ ക്ലോസ് ചെയ്ത് ഞാൻ നേരെ കുറച്ചു നേരം ഇവിടെ ഇരുന്നു. പിന്നെ ഒന്ന് ക്ഷേത്രത്തിൽ പോകാൻ നോക്കി. നല്ല തിരക്കായിരുന്നു. പിന്നെ പതുക്കെ ക്ഷേത്രത്തിലേക്ക് പോയി വന്നു. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തില്ല. ഇങ്ങനെ വെറുതെ സമയം ഇവിടെ ഇരുന്ന് എവിടെയും പോയില്ല. വെറുതെ ഇരുന്ന് പിന്നെ ഉച്ചയ്ക്ക് പോയി അമ്മയുടെ അടുത്ത് ചേച്ചിന്റെ വീട്ടിൽ പോയി അവിടെ പോയി ഭക്ഷണം കഴിച്ച് നേരെ വന്ന് വീണ്ടും ഇവിടെ തന്നെ ഇരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അതുകൊണ്ട് മറ്റൊരു പരിപാടിയും ചെയ്തില്ല. ഈവൻ ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കഴിച്ചതല്ലാണ്ട് മറ്റു രാവിലത്തെ ഫുഡോ വൈകിട്ടത്തെ ഫുഡോ ഇന്നത്തെ ഒരു ഗ്ലാസ് ജ്യൂസിൽ ഒപ്പിക്കണമെന്നുള്ള ആഗ്രഹം. കാരണം അങ്ങനെ ഒരു മാറ്റവും ചിലപ്പോൾ ആവശ്യമാണ്. നമുക്ക് കുറേ ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ നമുക്കൊരു സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയ ഒരു സമയം. അതുകൊണ്ട് ഇന്ന് ഇതുവരെ നമ്മുടെ കുറച്ച് ദിവസത്തേക്കുള്ള ഓട്ടവും അല്ലെങ്കിൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ ഇന്നത്തെ കൂടി നമുക്ക് അവസാനിപ്പിച്ച് നമ്മൾ പഴയ രീതിയിലേക്ക് പോകും. ഇന്നലെ ഒരു ഉണ്ടായ തിരക്കുകൾ, പുസ്തകത്തിന് തിരക്കും, ആദ്യം കുറച്ചു കാലം പുസ്തകം എഴുതി അതിനൊന്ന് ക്ലിയർ ചെയ്യുന്ന ഭയങ്കര നല്ലൊരു എന്താ പറയാ പ്രഷറിലായിരുന്നു. പ്രഷർ എന്ന് പറയുന്നത് ശരിയാണെന്ന് അറിയില്ല. അതിലും അതിന്റെ ഒരു ഉദ്യമത്തിലായിരുന്നു കുറേ ദിവസം കൊണ്ട് 3-4 മാസങ്ങളായിട്ട്. കാരണം എന്റെ ഒരു പ്രത്യേകത ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ മുമ്പേ എഴുതി വെക്കും, പക്ഷെ അവസാന നിമിഷത്തിൽ ഒരു 10 പ്രാവശ്യമൊക്കെ അതിനെ റീറൈറ്റ് ചെയ്യും. വായിച്ച് ഓരോ ലൈനുകളും വായിച്ച് വീണ്ടും 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 റീറൈറ്റ്. അപ്പൊ 3 പുസ്തകങ്ങളെ ഒന്നിച്ച് പുറത്തിറക്കുമ്പോൾ ആ 3 പുസ്തകങ്ങളും വായിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് ആദ്യം എഴുതിയതും അവസാനം എഴുതിയതും ഒക്കെ ശരിയാക്കി വീണ്ടും 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 ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികമായ ഒരു അവസ്ഥയുണ്ടല്ലോ, പ്രത്യേകിച്ച് ജോലിക്കിടയിൽ ചെയ്യുമ്പോൾ. അതൊക്കെ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് നല്ലോണം അനുഭവിച്ചു. അതിന്റെ ഇടയിൽ പുതിയ ക്ലാസ്സുകൾ, മെഡിറ്റേഷൻസുകൾ, പിന്നെ ഇതൊക്കെ കൂടിയിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് വെറുതെ ഇവിടെ ഇരുന്നിട്ട് തൃശ്ശൂർ പ്രോഗ്രാമിന്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ പറയാം. ഈ 4-5 മാസങ്ങളായിട്ട് ഞാൻ ഇതിന്റെ പിറകെ പോയപ്പോ എന്റെ എവിടെയോ വികസിച്ചു പോയി എന്നൊരു തോന്നൽ ഭയങ്കരമായിട്ട് തോന്നിപ്പോയി. ഞാൻ കോട്ടിന്റെ ബട്ടൺസ് ഇടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലെത്തിപ്പോയി എന്നൊരു തോന്നൽ ഇന്ന് തോന്നി. അതുകൊണ്ട് ഇന്ന് തീരുമാനിച്ചു ഇനി മുതൽ ഭക്ഷണം കുറച്ചേ പറ്റും. കാരണം വയറ് വല്ലാണ്ട് വളർന്നിരിക്കുന്നു. കാരണം ഇരുത്തവും എഴുത്തും ഒക്കെ ആയതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാം ഇതാണ്. കുമാർ സാറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ, അത് കുറക്കണം. കുംഭ കൂടിയാൽ കൊമ്പ് കൂടുമെന്ന് പറയാറുണ്ടല്ലേ. അഹങ്കാരം കൂടുമെന്നാണ് ഈ പറഞ്ഞത്. അങ്ങനെ ചൊല്ലുണ്ടല്ലേ, കുംഭ കൂടിയാൽ കൊമ്പ് കൂടുന്നു, അഹങ്കാരം കൂടും. അതുകൊണ്ട് കുംഭ കുറക്കാനുള്ള തീരുമാനം എടുത്തു. ഞാനും മോളും തമ്മിലൊരു മോള് ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട്. മോളും ഞാനും തമ്മിലൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. 2 മാസം കൊണ്ട് ഞങ്ങൾക്ക് നന്നായി കുറച്ചു തരാമെന്ന് അവൾ എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഞാൻ ഇന്നിങ്ങനെ വീഡിയോ കണ്ടപ്പോ കുറേ ഇരുന്ന് ആലോചിച്ച. ഞാൻ ടൂറ് പോയപ്പോ ഇവര് പറഞ്ഞു, എന്നോട് അഡ്മിന്മാർ വന്ന്, സാറേ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഇനി ഇത് പറ്റൂലെന്ന് പറഞ്ഞു, അതൊന്ന് കുറക്കണം. കാരണം ബോഡി ഷേപ്പ് അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ്. ഭക്ഷണം വളരെ കുറവ്. പക്ഷെ ഇരുത്തം കൂടിയതുകൊണ്ടുള്ള ചെറിയൊരു വിഷയമാണ് സംഭവിച്ചത്. എനിവേ, തമാശ പറഞ്ഞതേ ഉള്ളൂ. കുറക്കണം നമുക്ക്. ഏതായാലും എല്ലാവരുടെയും താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഈ തിരക്കിനകത്ത് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യമുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യമുണ്ടായിരിക്കേണ്ട, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കൂടുതൽ വിഷയങ്ങൾ ആണോ എന്നതിന് അപ്പുറത്തേക്ക് ചില തിരിച്ചറിവുകൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവണം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിൽ എന്തോ ഒന്നും ആയില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രധാനമായിട്ടും ഞാൻ ഇന്നലെ സ്പീച്ചിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ജീവിതത്തിൽ 2 തരത്തിലുള്ള ആൾക്കാരെയാണ് കാണാൻ പറ്റും. ഇന്നത്തെ സമൂഹത്തിൽ 2 തരത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. നിങ്ങൾ ഇതിൽ ഏത് തരത്തിലുള്ള ആളാണ് എന്ന് നിങ്ങൾ ഒന്ന് എഴുതി വെക്കണം ഇപ്പൊ തന്നെ. കാരണം നമ്മൾ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. എന്റെ ശബ്ദമൊക്കെ ഓഡിയൊക്കെ കറക്റ്റ് ആണല്ലോ, ഒന്ന് ടൈപ്പ് ചെയ്താരെങ്കിലും ഒന്നും വിഷയമില്ലല്ലോ. അപ്പോ ജീവിതത്തിൽ 2 തരത്തിലുള്ള ആൾക്കാരെയാണ് നമുക്ക് 2 തരത്തിലുള്ള ആൾക്കാർ പൊതുവേ ഉള്ളത്. 3-4 മറ്റൊരു ചർച്ചാ വിഷയമാണ്. നമുക്ക് 2 തരത്തിലുള്ള ആൾക്കാരെ പറയാം. ഒന്ന്, ജീവിതം എങ്ങനെയാവണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് അതുപോലെ ആയിത്തീരുന്ന ആൾക്കാർ. എഴുതി വെച്ചോളൂ, 2 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഒന്ന്, എന്റെ ജീവിതം എങ്ങനെയാവണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അപ്രകാരം ആയിത്തീരുന്നവർ.
രണ്ടാമത്തെ ആൾക്കാർ ജീവിതം എപ്രകാരമോ ആകുന്നു, ഞാൻ അപ്രകാരം ആയിത്തീരും എന്ന് പറയുന്നയാൾ. ജീവിതം എപ്രകാരമോ ആകുന്നു, ഞാൻ അപ്രകാരം ആയിത്തീരുന്നു എന്ന് പറയുന്നയാൾ. ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് എന്നൊന്ന് ഡിഫൈൻ ചെയ്യണം. ഇവിടെ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് എനിക്കറിയാം. കാരണം ആ ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നാളെ യൂട്യൂബ് വീഡിയോ കേൾക്കുന്നവരോടുള്ള ചോദ്യം കൂടിയാണ്. നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ ക്യാപ്സ്യൂൾ കഴിച്ചില്ലെന്നല്ലേ ക്ലാസ് തുടങ്ങുമ്പോൾ അല്ലേ? പായസമൊക്കെ കുടിച്ച് ആലസ്യത്തിൽ ക്യാപ്സ്യൂൾ മറന്നുപോയി. ഇനി വേണ്ട, ഇനി നാളെ കഴിക്കാം, ഇന്നത്തെ പോട്ടെ, കുറച്ച് ദിവസം കഴിക്കാതൊക്കെ ഇരുന്നതല്ലോ. ഞാനും തരാൻ മറന്നുപോയി. ഓക്കെ. അപ്പോ യൂട്യൂബ് വീഡിയോ കാണുന്നവർ നാളെ കമന്റ് ചെയ്യുക, നിങ്ങൾ ഇതിൽ എപ്രകാരമുള്ളയാണ്. ഞാനെപ്പോഴോ എന്റെ ഫേസ്ബുക്ക് വാട്സപ്പ് അതായത് വാട്സപ്പിന്റെ ഇത് ക്യാപ്ഷൻ മാറ്റിയൊരു സന്ദർഭമുണ്ട്. അത് ആ വേർഡ് ഇങ്ങനെയായിരുന്നു: മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം, അകത്തെപ്രകാരമോ പുറമേയും അപ്രകാരം. ഈ നിയമം നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടോ? മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം, അകമേ എപ്രകാരമോ പുറമേയും അപ്രകാരം. ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കണേ. വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എഴുതി വെച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, ജീവിതത്തിൽ എങ്ങനെയായി തീരണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അങ്ങനെയായി തീരുന്നവർ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിച്ചിറങ്ങുന്ന ഒരാൾ അപ്രകാരമാവുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. രണ്ടാമത്തെ ആൾക്കാർ എപ്രകാരമോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജീവിതം എപ്രകാരമോ ആയിക്കോട്ടെ, അതിനനുസരിച്ച് ഞാൻ ആയിക്കൊള്ളാം. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾക്കും ഈ രണ്ട് ആൾക്കാർക്കും യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ യാതൊരു വിഷയവുമില്ല. കാരണം എന്താണെന്നറിയോ? ഒരാൾക്ക് എങ്ങനെ ആവണമെന്ന് കൃത്യമായി അറിയാം, അപ്പൊ അയാൾ അങ്ങനെ ആവും. മറ്റൊരാൾക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തന്നെ ആവും എന്ന് പറയാം. ഇവർക്ക് രണ്ടുപേർക്ക് വിഷയമില്ല. വിഷയം എവിടെയാണെന്നറിയോ? ഞാനിപ്പോ ഇത് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോഴേ, നേരത്തെ പറഞ്ഞപ്പോ ആകെ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഒന്നാമത്തേന്ന് പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? മനഃപൂർവ്വമാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം ഇനി പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് ആൾക്കാർക്കും വിഷയങ്ങളില്ല. വിഷയമുള്ളത് ഇതിന്റെ ഇടയിൽ നിൽക്കുന്നവർക്ക്. അങ്ങനെ ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമില്ല. ജീവിതം ഇങ്ങനെ ആവരുത് എന്ന ആഗ്രഹമുണ്ട്, എങ്ങനെ മാറ്റണമെന്ന് അറിയില്ല. ശരിയാണോ? എന്നാൽ അവരെ നമുക്ക് മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുത്താം. അതായത് ഞങ്ങൾ മൂന്നാമത്തെ കാറ്റഗറി ആദ്യം കൊണ്ടുകൊണ്ട് പറഞ്ഞില്ല എന്ന് വെച്ചാൽ, ഇങ്ങനെ രണ്ടുപേരാ ഉള്ളത്, ഇങ്ങനെ രണ്ടുപേരേ ആവേണ്ടതുള്ളൂ. പക്ഷെ ഈ 50-50 ഉണ്ടല്ലോ, ഇവിടെയാണ് പ്രധാന വിഷയം. ഇതിൽ എത്ര പേര് ഈ 50-50 ഇടയിലുണ്ട്? ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയേ. എത്ര പേര് 50-50? അങ്ങനെ ആവരുത് എന്ന് എനിക്കറിയാം, പക്ഷെ എങ്ങനെ ആവണമെന്ന് എനിക്കറിയില്ല. ഞാൻ പോകുന്ന വഴി ശരിയല്ലെന്നറിയാം, ഏത് വഴിയെ പോകണമെന്ന് അറിയില്ല. ഈ നിയമമാണ് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു നിയമമാണ്, അല്ലെങ്കിൽ ജീവിത വിജയത്തിന്റെ രഹസ്യമാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. ജീവിത വിജയത്തിന്റെ രഹസ്യം എത്ര പേര് വായിക്കാൻ തുടങ്ങി? ചെറിയ പുസ്തകമാണ്. ഇതില് പറയുന്ന ഇതല്ല, എങ്ങനെ മാറ്റാം എന്നതിനെ പറ്റിയിട്ടാണ്. നമ്മൾ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഈ രഹസ്യം അറിയണം. അറിയാൻ താല്പര്യമുണ്ടോ നോക്കിയെന്ന്? എത്ര പേർക്ക് ഇത് അറിയണമെന്ന് താല്പര്യമുണ്ട്? എങ്ങനെ മാറ്റിയെടുക്കണം? ഇന്ന് ആകെ ക്യൂരിയോസിറ്റി അല്ലേ? ഇന്ന് ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് കാരണമുണ്ട്. ഞങ്ങൾ വയനാട് പോയി ചുരം കയറി ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് മുളയരി വാങ്ങിച്ചു. അറിയാമോ നിങ്ങൾക്ക് മുളയരി? ഭയങ്കര രസമുള്ള സാധനം. മുളയരി പായസം വെച്ച് ഭയങ്കര രസമാണ്. ഞാൻ കുടിച്ച് നല്ല ആസ്വദിച്ച് സസ്പെൻസ് ആക്കിയതാണ്. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ക്ലാസ് കേട്ടോ.
അറിയാം. ഓക്കെ, സി, ഇവിടെയാണ് സാധാരണക്കാരൻ അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ പൊതുവെ സമൂഹത്തിൽ മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ ഉണ്ടെന്ന് അറിയാലോ. ഒന്ന് റിച്ച് പീപ്പിൾ, പുവർ പീപ്പിൾ, മിഡിൽ ക്ലാസ് പീപ്പിൾ, അല്ലെ? അല്ലെങ്കിൽ റിച്ച് പീപ്പിൾ, മിഡിൽ ക്ലാസ് പീപ്പിൾ, പുവർ പീപ്പിൾ. ഈ റിച്ച് പീപ്പിൾസിന് യഥാർത്ഥത്തിൽ വലിയ വിഷയങ്ങളൊന്നും ഈ ലോകത്തില്ല. അതേപോലെ പൂവർ പീപ്പിൾസിനും യാതൊരു വിഷയമില്ല. കാരണം അവർ പൂവറാണ്, അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. എപ്പോഴും എല്ലാ കൊടുങ്കാറ്റുകളും എല്ലാ പേമാരികളും അടിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ മിഡിൽ ക്ലാസ് പീപ്പിളിലാണ്. അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ലാത്തവർക്ക് മാത്രമേ എല്ലാ വിഷയങ്ങളും അടിക്കുള്ളൂ. അപ്പൊ നമ്മളെ പോലുള്ളവരെല്ലാവരും സാധാരണക്കാരായ മനുഷ്യരാകുമ്പോൾ നമുക്കാണ് ഈ 50-50 വിഷയങ്ങൾ വരുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒറ്റ വാക്കിൽ ഉത്തരം സാധ്യമല്ല. അതിന് നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ചില കാര്യങ്ങൾ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകണം, ചില പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കണം, ചില സിസ്റ്റത്തിലൂടെ നമ്മൾ കടന്നു പോകണം, ചിലതിനെ നമ്മൾ ഒഴിവാക്കണം, ചിലതിനെ നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. ഒരു സെക്കൻഡ്, നിങ്ങൾ കോൾ എടുത്തോട്ടെ. ഹലോ സാറേ, നിങ്ങൾക്ക് മീറ്റിംഗിലാണ്, പറഞ്ഞോളൂ. അപ്പോ നമ്മൾ ജീവിതത്തിൽ മാറ്റപ്പെടുത്താൻ തയ്യാറായിരിക്കുന്ന ആൾക്കാർ, ഞാൻ എപ്പോഴും പറയാണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്ഷൻ എന്താണ്? ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ നിർമ്മിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അതെങ്ങനെ സാധ്യമാകുമെന്നായിരിക്കും നമുക്കുണ്ടാവുന്ന ചോദ്യം. ഇത് ഓരോ ആൾക്കും വ്യത്യസ്തമായിരിക്കുമോ എന്ന് നിങ്ങൾക്കറിയാം. എന്റെ ജീവിതവും ഞാൻ ആവേണ്ട ജീവിത രീതി ആയിരിക്കില്ല മറ്റൊരാൾക്കാവേണ്ടത്, മറ്റൊരാളാവേണ്ടതല്ല മറ്റൊരാൾക്ക്. പക്ഷെ ഇതിനെല്ലാം കോമൺ ആയിട്ട് ചില നിയമങ്ങളുണ്ട്. ആ കോമൺ ആയിട്ടുള്ള നിയമങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ നമ്മളിൽ എത്തിക്കാം, എങ്ങനെയാണ് ഈ സാധനം നമ്മൾ സംജാതമാകുന്നത് എന്ന് മനസ്സിലാക്കുന്ന നിയമത്തിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യാവോ? നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായി തീരുന്നു എന്ന് പറയുന്ന നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ എത്ര പേർക്ക് ആ നിയമം അറിയാമല്ലോ? നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായി തീരുന്നു എന്ന് പറയുന്ന നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന എത്ര പേർക്ക് അറിയുന്നു നോക്കട്ടെ. ആ ആ ആ യെസ് 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 യെസ്. പോരാ, എല്ലാവരും യൂട്യൂബ് വീഡിയോ അയക്കുന്നവരൊക്കെ കമന്റ് ചെയ്ത് നോക്കട്ടെ. ഈ ലോ ഓഫ് അട്രാക്ഷൻ, ടി സി ഇന്ദിര ലോ ഓഫ് അട്രാക്ഷൻ എഴുതുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ, LOW ആവരുതേ, LAW ആണ്. എല്ലാവരും മിസ്റ്റേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ ആൾക്കാർ മനസ്സിലാക്കിയിരുന്നത് LOW ആണ്. ഒറ്റ വാക്കിൽ കംപ്ലീറ്റ് കൈവിട്ട് പോവുക സാധനം. ലോ എന്ന് പറഞ്ഞ നിയമവും ലോ എന്ന് പറഞ്ഞ താഴെയുമാണ്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ആലോചിക്കണ വാക്കിന്റെ ചെറിയ വ്യത്യാസം. നിങ്ങൾ LOW അട്രാക്ഷൻ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഡാറ്റ പോക്ക് താഴോട്ട് പോകും അല്ലെ? താഴോട്ടാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതല്ലേ എന്റെ അർത്ഥം. മനസ്സിലായിട്ടുണ്ടോ അർത്ഥം? അറിയാതെ ശ്രദ്ധിക്കാതെ പറഞ്ഞു പോകുന്ന കാര്യമാണ്. LOW ആണ്. അല്ല, ഞാനത് ഇപ്പൊ ഇങ്ങനെയല്ലേ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുള്ളൂ. താഴോട്ട് പോകണ്ട, നമുക്ക് മുകളിലോട്ടാണ്. മുകളിലോട്ട് പോകേണ്ട നിയമമാണ് നമ്മൾ പഠിക്കേണ്ടത്. താഴോട്ട് പോകാൻ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും വേണ്ട. താഴോട്ട് എപ്പോഴും വീണു കേട്ടോ. ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ ഞാൻ നോട്ട് ചെയ്തു പറയാം. അപ്പോ നോക്കൂ, ഇതാണ് നമ്മുടെ ആകർഷണ നിയമം. ഇതിനകത്ത് ഈ ബുക്ക് എഴുതിയപ്പോ എന്നോട് എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാൾ പറഞ്ഞു, സാറേ ആകർഷണ നിയമത്തിന്റെ ക്ലാസ്സിൽ നിങ്ങൾ ചാർജ് ചെയ്യുന്നത് 2000 രൂപയാണ്. കംപ്ലീറ്റ് പഠിക്കുന്ന കോഴ്സിന് 2000 രൂപ ആപ്പിലൂടെ തരുന്നുണ്ട്. സാർ അതേ സാധനം ഒരു പുസ്തകമായിട്ട് 270 രൂപയ്ക്ക് കൊടുത്താൽ പിന്നെ സാറിന്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ആരാ വരുന്നത്? ശരിയല്ലോ അല്ലെ? ഞാൻ അപ്പൊ ആലോചിച്ചു, ചേടാ അതേ ഈ ബുക്ക് പ്രിന്റ് ചെയ്യുകയും ചെയ്തു, ഇനിയിപ്പോ എന്തൊരു നഷ്ടമാണ് എനിക്ക് സംഭവിക്കുക അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ? ഇതേ സാധനം ഇതിനെത്ര ടെക്നിക്കുകൾ ഞാൻ അതിൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ ടെക്നിക്കുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ABCD ഇപ്പൊ എത്ര? 1 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 17 ടെക്നിക്കുകൾ, പിന്നെ 10 അധ്യായങ്ങളും
ഈ ലോ ഓഫ് അട്രാക്ഷൻ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ 17 ടെക്നിക്കുകൾ തന്നെ ഉപയോഗിച്ചാൽ മതിയല്ലോ എല്ലാം മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഞാൻ 270 രൂപയ്ക്ക് കൊടുത്തിട്ട് എന്റെ 2000 രൂപയല്ലേ കളയുന്നല്ലേ? കോഴ്സ് വരുമ്പോൾ 2000 രൂപ ഏറ്റവും ചെറിയ കോഴ്സ് അല്ലേ? എന്തൊരു അബദ്ധമാണ് ചെയ്തില്ലേ? ഓക്കെ, അബദ്ധമല്ല കേട്ടോ. എത്ര കണ്ട് നിങ്ങൾ പഠിക്കുന്നുവോ അത്രയും കണ്ട് കൂടുതൽ 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 ഇൻഫർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും യഥാർത്ഥത്തിൽ. അതുകൊണ്ട് പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. പുസ്തകം മേടിക്കാൻ ആരും മടി കാണിക്കണ്ട. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലുള്ളവരും ക്ലാസ്സിലില്ലാത്തവരും ഒക്കെ ഉടനെ തന്നെ ഇരുന്ന് വാങ്ങിച്ചോളുക. എന്നിട്ട് ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പുസ്തകം നമ്മളറിയാലോ പബ്ലിഷ് ചെയ്താൽ അറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാങ്ങിച്ച് കയ്യിൽ വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഓഫർ നമ്മൾ ബാക്കി എല്ലാ പുസ്തകങ്ങളിലും കൂടിയിട്ടുള്ള വെണ്ടൽ ഓഫർ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം. 13, 14, 15 3 ദിവസത്തിൽ അത് പബ്ലിക്കിലില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് 5 പുസ്തകവും ചേർത്തുകൊണ്ടുള്ള ഓഫർ കൊടുത്തിട്ടുണ്ട്. ഈ ഒറ്റ പുസ്തകത്തിന്റെ പ്രൈസ് 270 രൂപയാണ്. അഡ്മിനെ വിളിച്ച് പറഞ്ഞോളൂ, വാങ്ങിച്ചോളൂ കേട്ടോ. 270 രൂപ. ഇനി പറയാൻ പോകുന്നത് ഈ സാധനത്തെ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയും. ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പൊതുവെ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് പബ്ലിക്കായിട്ട് നിങ്ങളുടെ മുമ്പിലാണെന്ന് അറിയാമല്ലോ. ഒന്ന്, ജീവിത വിജയത്തിന്റെ രഹസ്യം. ഇത് ബുക്ക് അതിന്റെ കഥ ഏതാണ്? ബുക്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ജീവിത വിജയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കണമെന്നും ഏതൊക്കെ രീതിയിലാണ് ഒരാളുടെ ജീവിത വിജയം സംഭവിക്കുന്നതും എന്നും വളരെ വിശദമായി പറഞ്ഞു. വേണ്ടവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ. വളരെ വിശദമായി ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് 108 അഫ്രിമേഷൻസ് ഇതിനകത്താണുള്ളത്. അതുപോലെ തന്നെ അതായത് 5-6 മേഖലയുള്ള അഫ്രിമേഷൻസ്. അതുപോലെ തന്നെ നമ്മുടെ നന്ദിയുടെ പ്രാധാന്യം, വിട്ടുകൊടുക്കലിന്റെ അല്ലെങ്കിൽ ക്ഷമിക്കുന്നതിന്റെ പ്രാധാന്യം, ജീവിതത്തിൽ സമ്പത്തിന്റെ പ്രാധാന്യം, ജീവിതത്തിൽ ആരോഗ്യത്തിന്റെ പ്രാധാന്യം, ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിനും ജോലിയുടെ പ്രാധാന്യം, ജീവിതത്തിൽ ആത്മീയതയുടെ പ്രാധാന്യം, ജീവിത വിജയത്തിന്റെ ആധാരശിലകൾ, ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പുസ്തകത്തെ പറ്റിയിട്ടല്ല. പുസ്തകം നിങ്ങൾ വാങ്ങിച്ചോളൂ. നമ്പർ അഡ്മിനെ വിളിച്ചു കഴിഞ്ഞാൽ അയച്ചു തരും, വാങ്ങിച്ചോളൂ. ഈ പുസ്തകത്തിന്റെ വില 220 രൂപയാണ് ഈ പുസ്തകം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ പുസ്തകം നിങ്ങൾ വായിച്ചോളൂ. അത് സന്തോഷമുള്ള കാര്യം. ഇത് വായിക്കല്ല, പ്രാക്ടീസ് ചെയ്തോളൂ. എന്റെ പുസ്തകങ്ങൾ ഒന്നും വായിക്കാനുള്ള പുസ്തകങ്ങളില്ല, പ്രാക്ടീസ് ചെയ്യാനുള്ള പുസ്തകങ്ങളേ ഉള്ളൂ. അത് ഓരോ ദിവസവും ഇനിയിപ്പോ മെഡിറ്റേഷന്റെ ഒക്കെ ഓരോ ദിവസവും ഇന്ന് രാത്രി ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. 10 മണിക്ക് നമ്മൾ ഒരു ഫ്രീ മെഡിറ്റേഷൻ ഉണ്ട്, വിഷു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഈ അഫർമേഷൻസ് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്ന് തീരുമാനിച്ചുറച്ച് അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതിനു വേണ്ടി നിങ്ങളെ മാറ്റപ്പെടുത്തണം എന്ന് ഇറങ്ങിയിരിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ഞാൻ എന്തായാലും നിലവിലുള്ള അവസ്ഥ എന്റെ ജീവിതത്തെ എനിക്ക് വേണ്ട രീതിയിൽ തയ്യാറാക്കി നിർത്തും എന്ന് പറയുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? അവർക്ക് വേണ്ടി ഞാനൊരു ഐഡിയ പറയാം. ലളിതമായ ഒരു ഐഡിയയാണ്, ലളിതമായ കാര്യമാണ്. നമുക്കറിയാലോ ഓരോ കോഴ്സുകൾ ചെയ്യാനും ഓരോ കാര്യങ്ങൾക്ക് വരാനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് നമുക്ക് എപ്പോഴും ഉണ്ട്. ഒന്നാമത് സമയം, അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇത്തിരി വേണ്ടി തയ്യാറായിരിക്കുന്നവർക്ക് അതിന്റെ പ്രാരംഭം കുറിക്കാനായിട്ട് എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഉദ്ദേശത്തെ പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ഉദ്ദേശത്തെ ഫ്രെയിം ചെയ്തെടുക്കേണ്ടത്, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിൽ എത്തിപ്പെടുന്നതിന് ഓരോ ആൾക്കും വ്യത്യസ്തമാണ്. ഓരോ ആൾക്കും അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു ആകെത്തുക ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഞാൻ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്, ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പലരോടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എങ്ങോട്ട് പോകണം എന്നറിയാത്തതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള വിഷയം അനുഭവിക്കുന്നത്. എനിക്ക് മാറണം സാറേ, എനിക്ക് ഇതൊന്നും പോയാൽ പറ്റില്ല എന്ന് കുട്ടികളും വലിയവരും 2 പേരും പറയുന്നതാണ്. അപ്പോഴാണ് എനിക്കിത് തോന്നിയത്, ഓക്കെ, ഞാൻ വിഷൻ ബോർഡ്, ഗോൾ സെറ്റിംഗ്സിനെ ഒക്കെ പറ്റി പറയാണ്ട്, പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഒരു മാർഗ തടസ്സമുണ്ട്.
ഒരു വലിയൊരു ഒരു എന്താ പറയാ ഒരു മല തകർക്കാനുണ്ട്. നമ്മൾ അതിലേക്ക് എത്തണം. ഞാൻ നിങ്ങളോട് വരൂ, ഗോൾ സെറ്റ് ചെയ്യൂ, ജീവിതത്തിൽ ലക്ഷ്യം നിർണ്ണയിക്കൂ എന്ന് പറയുമ്പോൾ അത് നിർണ്ണയിക്കുന്നതിന് മുമ്പ് അതിനുവേണ്ടി ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു വലിയൊരു മാർഗം തട്ടുന്നു. കാരണം ഞാൻ ഇത് പറയാനുള്ള പ്രധാന കാരണം, ഞാൻ തൃശ്ശൂർ പ്രോഗ്രാമിനകത്ത് വന്ന സമയത്ത് ഒരു 3 കുട്ടികൾ എന്ന് പറയുന്നത് ശരിയല്ല, ടീനേജേഴ്സ്, ഒരു 20-22 വയസ്സ് പ്രായമുള്ള 3 പേര് എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തായി തീരണമെന്ന് പറയുമോ എന്ന് പറഞ്ഞ് ഞാൻ ഇവർക്ക് സമയം കൊടുത്തു. നിങ്ങൾ ആലോചിച്ചിട്ട് എന്താവണമെന്ന് തീരുമാനിച്ചിട്ട് പറയൂ എന്ന് പറഞ്ഞു. ഞാനതിന് ശേഷം ഇപ്പൊ നമ്മൾ എത്രയോ ദിവസമായില്ല അല്ലെ, നമ്മളിപ്പോ 8 ദിവസമായി. ഇന്നലെയും ഇന്നും കൂടി അവരെനിക്ക് അയച്ച മെസ്സേജ് എന്നെ വീണ്ടും വീണ്ടും ഇരുത്തി ചിന്തിച്ചു. ഇന്ന് അതേപോലെ 24, 23 വയസ്സ്, 22 വയസ്സായ 2 പേര് എന്നെ കാണാൻ വന്നു. നമ്മുടെ സ്റ്റുഡന്റ്, നമ്മുടെ ഇവിടെ ചുറ്റുവട്ടം നമ്മുടെ സ്റ്റുഡന്റ് തന്നെയാണ്. അവരോട് ഞാൻ 3 മണിക്കൂർ നേരം സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് യാതൊരു ഐഡിയയും ഇല്ലാതായിപ്പോയി എന്ന്. എന്തൊക്കെ ആവണമെന്നറിയാം, എനിക്ക് ഇന്നതൊക്കെ ആവണമെന്നറിയാം, പക്ഷെ ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു രൂപരേഖ പോലും ഇല്ല. ഇതെന്നെ ശരിക്കും വിധിച്ചത്. അത് നമ്മൾ വലിയ ആൾക്കാരും പലരും പറഞ്ഞൊരു കാര്യമാണ്, കാര്യം എനിക്കിത് മാറണമെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിനൊരു പ്രതിവിധി എന്ന രീതിയിൽ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യാം. കോഴ്സ് പേര് ഞാൻ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, ജീവിത വിജയത്തിന്റെ രഹസ്യം. ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഞാൻ നടന്നു വന്ന വഴികൾ, ഞാൻ എത്തി വന്ന എന്റെ ചിന്താധാരകൾ എങ്ങനെയായിരുന്നു ഞാൻ മാറ്റപ്പെടുത്തിയതെന്നും, എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിയതും, ലക്ഷ്യത്തിലേക്ക് എത്തിയതല്ല, ലക്ഷ്യം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്നും അത്രമാത്രം ചെയ്താൽ മതി. ഞാൻ പലവട്ടം പഴയ ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇന്നും ഒരു പുസ്തകം എഴുതുന്നതിനേക്കാളും, ഇപ്പോ 6 പുസ്തകം എഴുതിയതിനേക്കാളും കൂടുതൽ എന്നെ എന്താ പറയാ പിടിച്ചു നിർത്തിയത്, എന്നെ ഒരുപാട് ഉലച്ചത് ഞാൻ ആരായി തീരണമെന്ന് എഴുതാനാണ്. 5 കാര്യങ്ങൾ എഴുതി ഫൈനലൈസ് ചെയ്യാനാണ്. മോട്ടിവേഷൻ ട്രെയിനർ, ഹാപ്പിനെസ് ലൈഫ് കോച്ച്, എന്റർപ്രണർ, ഹാപ്പിനെസ് ലൈഫ് കോച്ച്, മോട്ടിവേഷൻ ട്രെയിനർ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഞാൻ എഴുതുന്ന 5 ക്യാപ്ഷൻസ് എഴുതി തയ്യാറാക്കാനാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. എനിക്ക് തോന്നി കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇത്രയും സമയം എടുക്കേണ്ടി വന്നിട്ടില്ല, ഇത്രയും പെയിൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എളുപ്പത്തിൽ ഫീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട് അവർ മാത്രം വന്നാൽ മതി, ആരെയും നിർബന്ധിക്കുന്നില്ല, ആരും അതിനു വേണ്ടി തയ്യാറാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 2 ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇതിന്റെ മിഡിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി, അവർക്ക് മാത്രമേ അങ്ങോട്ട് പെർമിഷൻ ഉള്ളൂ. കാരണം എല്ലാം സമയം കഴിഞ്ഞിട്ട് എന്നെ മാറ്റപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് എന്റെ സമയം കളയരുത്. കാരണം ഞാനിപ്പോ പറയേണ്ട ഹിപ്നോസിസ്, ലോ ഓപ്പറേഷൻ ക്ലാസ്സുകൾ, കോച്ച് ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായ സമയവും സന്ദർഭവും ഇതിനുവേണ്ടി തയ്യാറാക്കാൻ മാറ്റെങ്കിൽ മാത്രം വന്നാൽ മതി. കോഴ്സിന്റെ പൈസ എമൗണ്ട് ഒന്നും ഞാനിപ്പോ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ജീവിത വിജയത്തിന്റെ രഹസ്യം പഠിക്കുക, അതായി തീരുക, അതിനു വേണ്ടി നിങ്ങൾ തയ്യാറായി റെഡിയായി വരിക. ഞാൻ ഇതേ വിഷയത്തിൽ തന്നെ കുറെ ക്ലാസ്സുകൾ യൂട്യൂബിലും എടുക്കുന്നുണ്ടാവും, പക്ഷെ അത് മെമ്പേഴ്സ് ഉള്ളി മാത്രമായിരിക്കുമെന്ന് ഒന്നുകൂടി അറിയിക്കാം. കാരണം കുറെ ടെക്നിക്കുകൾ, കുറെ സിസ്റ്റംസ് നമുക്ക് ഇതുമായിട്ട് പഠിക്കാനുണ്ട്. ഇതുമായിട്ടുണ്ടാവുന്ന ക്ലാസ്സുകൾ, ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് ഞങ്ങൾ തുടർ വീഡിയോകളായിട്ട് യൂട്യൂബിൽ മെമ്പേഴ്സിനുള്ളിൽ മാത്രമായി കൊടുക്കാനും, ഇന്ന് യൂട്യൂബിന്റെ ഒരു മെയിൽ ഉണ്ടായിരുന്നു, മെമ്പേഴ്സിനുള്ളിൽ മാത്രമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പബ്ലിക്കിലായിട്ട് ചെയ്യുന്നു. മെമ്പേഴ്സ് ഉള്ളിൽ ഓപ്ഷൻസ് നമുക്കുണ്ട്, പബ്ലിക് അപ്പൊ യൂട്യൂബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് മെമ്പേഴ്സ് ഉള്ളിൽ ചില ക്ലാസ്സുകൾ കൊടുക്കണം. അപ്പൊ ഞാൻ കരുതി ഈ ജീവിത വിജയത്തിന്റെ രഹസ്യം കുറച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന്റെ ഒരു 10% അവർക്കും, ബാക്കിയുള്ളത് 90% ഇവിടെയും പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ കോഴ്സ് നമുക്ക് ഉടനെ തുടങ്ങണം. പക്ഷെ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് എത്ര പേര് അവർ ജോയിൻ ചെയ്യുന്നു, ആ ജോയിൻ ചെയ്തവരുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. യെസ്, ഇറ്റലിക്കാർക്കൊക്കെ വരാം, ഒരു വിഷയമില്ല. അപ്പൊ നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാൻ ആ കോഴ്സ് ഡിസൈൻ ചെയ്യുക എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കുന്നു. കാരണം കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു കോഴ്സുകൾ തന്നു കഴിഞ്ഞാൽ സ്വാമിനാഥന് വേണ്ട ക്ലാസ്സുകൾ ആയിരിക്കില്ല അമൂല്യക്ക് ആവശ്യം.
അപ്പൊ അമൂല്യയും സ്വാമിനാഥനെയും രണ്ടുപേരെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള സ്പീച്ചുകൾ ഞാൻ ഇവിടെ നൽകിയാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് റിലവന്റ് ആയി മാറുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഞാൻ പറയുന്നതും നിങ്ങളുടെയും തമ്മിൽ രണ്ടായി പോകും. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെപ്പറ്റി ഞാൻ പഠിച്ചതിന് ശേഷമായിരിക്കും ആ കോഴ്സ് ഡിസൈൻ ചെയ്യുക. അപ്പൊ അത്രയും കസ്റ്റമൈസ്ഡ് ആയിരിക്കും കോഴ്സ് എന്നറിയുക. എങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടി നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം, വരുന്നവർ നിങ്ങൾ 100% ഡെഡിക്കേഷനിലൂടെ റിസൾട്ട് എടുത്തിട്ട് പബ്ലിക്കിലേക്ക് അത് നൽകാൻ തയ്യാറാവണം. ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ കടന്നു പോയപ്പോൾ എന്റെ ജീവിതം റിസൾട്ട് എന്ന് പറഞ്ഞാൽ റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ മാത്രമേ ആ കോഴ്സിൽ നമുക്ക് പങ്കെടുക്കാവൂ എന്ന് കുറച്ചൊരു കണ്ടീഷനുള്ള സംഭവം തന്നെയാക്കി വെക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വിജയം എന്തായിരിക്കണം? ഞാൻ എപ്പോഴാണ് വിജയിക്കുക? എന്റെ വിജയം, ഞാൻ വിജയിച്ചു അല്ലെങ്കിൽ ഈസ് എ സക്സസ്ഫുൾ ട്രെയിനർ എന്ന് ലോകം പറയുന്നത് എപ്പോഴാണ്? ടൈപ്പ് ചെയ്ത് നോക്കിയെങ്കിലും അതെ, 1 മിനിറ്റ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ. ഞാനൊരു സക്സസ്ഫുൾ, ദിനേശ് മുങ്ങത്ത് ഒരു സക്സസ്ഫുൾ ട്രെയിനർ ആയിരുന്നു എന്ന് ലോകം പറയുന്നത് എപ്പോഴായിരിക്കും? അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയേ. സാറ് പഠിപ്പിച്ചവര് വിജയിക്കുമ്പോ. ആ, ഇനി ബാക്കിയുള്ള കുറച്ചും കൂടി അടുത്താരും പറഞ്ഞു. അവർക്ക് നല്ല റിസൾട്ട് എടുക്കുമ്പോഴാണ് സാറിന് സന്തോഷമാവുന്നത്, സാർ വിജയിക്കുന്നത്. അതായത് ഒരു കോച്ചിന്റെ വിജയം എന്ന് പറയുന്നത് ആ ക്ലയൻസുകൾ സക്സസ് ആയി എന്ന് ലോകം അറിയുമ്പോഴാണ്. അതായത് ഒന്നുകൂടി പറയാം, നിങ്ങൾ റിസൾട്ട് എടുത്തിട്ട് അത് ലോകം അറിയുമ്പോൾ മാത്രമാണ് കോച്ച് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻ കറക്റ്റ് ആണല്ലോ. നിങ്ങളുടെ വിജയം, നിങ്ങളുടെ സക്സസ് ആണ് എന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതിന് ഏത് അറ്റം വരെയും നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ വന്നവരോട് ഞാൻ അങ്ങോട്ട് ഓരോ ദിവസവും പറയൂ, ചോദിക്കൂ, എന്താ വേണ്ടത്, എങ്ങനെ വേണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന ഇങ്ങനെ നേരത്തെ ഒരാൾ, ഞാൻ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിൽ നാളെ എക്സാം ആണെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, സാരേ ടെൻഷൻ തരരുതേ, വീട്ടിൽ ഒരുപാട് ടെൻഷൻ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ശരിയല്ല, അവർക്ക് അവരുടെ കാര്യത്തെ മാത്രമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കോഴ്സ് നൽകി ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ എനിക്ക് അങ്ങനെ ആക്കി മാറ്റാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാവും, സത്യമായിട്ട് സങ്കടമാവും. അപ്പോ പഠിക്കുന്നവർക്ക് പൂർണ്ണമായി പ്രയോജനം വേണമെന്നും ആ സക്സസ് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് എന്റെ സമ്പത്ത് കൂടുന്നത്. ആ വാക്ക് ശരിയാണല്ലോ, എന്റെ സമ്പത്ത് കൂടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാശ് തന്നെന്ന് വരും, പക്ഷെ അതൊരു മണി മാത്രമായിരിക്കും. അതൊരു സമ്പത്തായി മാറുമ്പോൾ ഈ പറഞ്ഞ ഓരോ ആൾക്കാരുടെ അഭിപ്രായം കേൾക്കും. അപ്പൊ കൺക്ലൂഷൻ പറയാം, നമുക്ക് ഒരുപാട് സമയം പറഞ്ഞു കേൾക്കണ്ട. ഞാൻ കോൺസെപ്റ്റ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് എത്രയേ ഉള്ളൂ. ജീവിത വിജയത്തിന്റെ രഹസ്യം നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇതിന് തയ്യാറായവർ എത്ര രൂപയാണ് കോഴ്സിന് വേണ്ടി നിങ്ങൾ മാത്രം ജോയിൻ ചെയ്യുക, എത്ര രൂപ കോഴ്സിന് നിങ്ങൾ നൽകുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ പറയില്ല. എന്റെ എല്ലാ രീതികളും പൊതുവെ അങ്ങനെയാണ്. ഇത്രയും വലിയ കോഴ്സ് എന്തായാലും 4 ദിവസം 5 ദിവസം പഠിക്കാൻ പറ്റില്ല, അറിയാലോ. 4 ദിവസം 5 ദിവസം പഠിച്ചാൽ നമുക്ക് ഇത് സാധ്യമാവില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മിനിമം നമുക്കൊരു 50 to 60 ഡേയ്സ് എങ്കിലും ആ കോഴ്സുമായിട്ട് മുന്നോട്ട് പോകണ്ടേ. അപ്പോഴാണ് നമുക്ക് ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ആഴ്ച എല്ലാ ദിവസവും ക്ലാസ് എടുക്കാനും പറ്റില്ല നമുക്ക്. കാരണം നമുക്ക് നമ്മുടേതായ പണി, നമുക്ക് എല്ലാവർക്കും അവരുടേതായ പണികളുണ്ട്. അതിൻ്റെ ഇടയിൽ 2 or 3 ദിവസങ്ങളെ ആഴ്ചയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയം സന്ദർഭം അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം. അപ്പൊ തയ്യാറായവർ ഉടനെ പേര് താഴെ എഴുതിക്കോളൂ. എന്നിട്ട് നിങ്ങൾ പേയ്മെന്റ് ഫുൾ ഇപ്പൊ അടക്കണ്ട, കൺഫർമേഷൻ കൊടുക്കുക, അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇപ്പൊ എത്ര കോഴ്സിന് ഫീസ് ചെയ്യുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എത്ര ആൾക്കാർ, കൂടുതൽ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യും. 1 രൂപ, 100 രൂപ, 500 രൂപ ചെയ്തേക്കരുത്. ഒരു മാന്യതയുള്ള ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്തോളൂ. എന്നിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് തീരുമാനിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് ഈ വിഷു ആഘോഷം നമുക്ക് അതുമായിട്ട് തീരുമാനിക്കാം, ജീവിതത്തിലെ കൃത്യമായിട്ട് മാറ്റാം. ബാക്കി എല്ലാ കോഴ്സുകളും നമ്മളിലുണ്ട് കേട്ടോ. അതെല്ലാം ചെയ്യേണ്ടിയും വരും. ഇത് ചെയ്താൽ എല്ലാം ആയി എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇതിൽ ചില കൃത്യമായ പാകപ്പെടുത്തൽ ഞാൻ നടത്തും. ഇതിൽ ഹിപ്നോസിസം പഠിപ്പിക്കില്ല, ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കില്ല, അതൊന്നും പഠിപ്പിക്കില്ല. അതൊക്കെ നിങ്ങൾക്ക് മറ്റേ അഫർമേഷൻ പഠിപ്പിക്കലൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ഡ്രാഫ്റ്റ് ഞാൻ തയ്യാറാക്കി തരാം നിങ്ങളെ വെച്ച്. സജീവ, എനിക്ക് വീണ്ടും എന്റെ അറ്റി മേടിക്കണം കേട്ടോ.
എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അഡ്മിനെ വിളിച്ച് പറഞ്ഞോളൂ. ഒരു ഗ്രൂപ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഒരു അഡ്മിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്കൺ അഡ്വാൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഫോം ചെയ്യും. പിന്നെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഓരോ ആളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കൂ, എത്രയാണ് ഫീസ് പറഞ്ഞു നോക്കൂ. പിന്നെ പുസ്തകം വാങ്ങിക്കുന്നവർ ഇന്ന് തന്നെ വാങ്ങിച്ചോളൂ. ഞാൻ നാളെ 2 ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ. വേണ്ടവർക്ക് സൈൻ ചെയ്ത് അയക്കാനായിട്ട്. അല്ലെ, ബാക്കി പുസ്തകം ബിസിനസിന്റെ പുസ്തകം കൂടി ഉണ്ട്, ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പറയാം. വേണ്ടവർ ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ നിങ്ങളുടെ പേര് വെച്ച് സൈൻ ചെയ്തിട്ട് കൊടുക്കാൻ. തൃശ്ശൂർ വാങ്ങിച്ചവരും ഉണ്ട്, വാങ്ങിക്കട്ടെ കേട്ടോ. വാങ്ങിക്കാത്തവർ മാത്രം കേട്ടോ. സന്തോഷം, നല്ല ഒരുപാട് ആൾക്കാർക്ക് തൃശ്ശൂർ പ്രോഗ്രാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ മറ്റന്നാളൊന്ന് കൊല്ലൂർ ദർശനം നടത്തിയതിനു ശേഷം തിരിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങാം കേട്ടോ. ഇവിടുന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ അത്ര ഓഡിയോ ഒന്നും അത്ര കറക്റ്റ് ആയിട്ടില്ല. 2100 രൂപ കുറവാണ്. 2100 രൂപ പോരല്ലോ അല്ലെ. എന്താണ്, ചില ആൾക്കാർ ബുദ്ധിപരമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനൊന്നും പറയില്ല, പറഞ്ഞു സാർ കൂടി എന്ന് പറയും, കുറയുമെന്ന് പറയും. അതുകൊണ്ടാണെന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതൽ എത്ര പറയുന്നു അതനുസരിച്ച് തീരുമാനിക്കും. പക്ഷെ ഇത് വേണ്ടവർ വീണ്ടും പറയുന്നു, എമൗണ്ട് അല്ല വിഷയം, നിങ്ങൾ ആർക്കൊക്കെ വേണമെന്ന് പറയുന്നത്. ചില ആൾ വന്നാലും ഞാൻ പറയും നിങ്ങൾ വരണ്ടെന്ന് പറയും, അത് വേറെ കാര്യം. രാധാ മാമിനെ പോലുള്ള ആൾക്കാർ ചാടിക്കറിയാൻ ഞാൻ പറയും ഇങ്ങോട്ട് വന്നേക്കരുത്, കാരണം നിങ്ങൾ ഓൾറെഡി ആ ട്രാക്കിലാണ്, വെറുതെ ഇവിടെ കിടന്നിട്ട്. പരിശ്രമിക്കാം എന്ന വാക്കില്ല അമ്മണി, പരിശ്രമം എന്ന വാക്കില്ല. ആ വാക്കേ നമുക്ക് ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും. അവിടെ പരിശ്രമത്തിന്റെ വിഷയമേ ഇല്ല. പരിശ്രമത്തിന് ഞാൻ വഴി പറഞ്ഞുതരാം. നിങ്ങൾ വലുതായി ചിന്തിച്ചാൽ വലുതായി ലഭിക്കപ്പെടും. നിങ്ങൾ ചെറുതായി ചിന്തിച്ചാൽ ചെറുതായി ലഭിക്കപ്പെടും. അപ്പോൾ 333 ചിന്തിക്കുന്നവൻ ജീവിതവും ചെറുതായി പോകും. ഇതല്ലേ നിയമം അല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നത് എപ്രകാരമോ നിങ്ങൾ അപ്രകാരമായി തീരുമെന്ന് പറയുമ്പോൾ അല്ലേ? ഇതാണ് സജീവിന്റെ ജീവിത പരാജയത്തിന്റെ കാരണം. നേരത്തെ ടൈപ്പ് ചെയ്തത് മനസ്സിലായോ? എളുപ്പത്തിൽ മനസ്സിലായോ? പറയാൻ പോലും മടിയായി കഴിഞ്ഞാൽ ചെയ്യാൻ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യുന്നത് ഒട്ടും സാധ്യമാവില്ല. ഇത് മനസ്സിലാക്കി തരാനായിട്ടാണ് ഞാൻ കോഴ്സിന്റെ ഫീസ് നിങ്ങൾക്ക് വിട്ടു തന്നത്. അപ്പൊ എന്താണെന്നറിയോ സംഭവിക്കുന്നതെന്ന് അറിയോ? അതൊക്കെ പറഞ്ഞ എങ്ങനെ എനിക്ക് പറ്റും, എന്നെ കൊണ്ട് പറ്റില്ലല്ലോ എന്നുള്ള ചിന്തകൾ ആദ്യം കയറി വരുമ്പോൾ നമുക്കത് സാധ്യമേ ആവില്ല കേട്ടോ. മറ്റൊരു കോച്ചും ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഒരു കോച്ചിനെയും കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു സംഭവം. സ്റ്റുഡൻസിനോടാണ് പൈസ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറയുന്ന കോച്ചുകൾ കണ്ടെത്താനേ പറ്റില്ല. ആൾക്കാർ വരും, പ്രസന്റ് ചെയ്യും, എന്നിട്ട് പറയും ഈ കോഴ്സിന് 1 ലക്ഷം രൂപയാണ്, പിന്നെ ഇതിന് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആണ്, 50,000 ഇന്നത്തെ ഓഫറാണ് ഒക്കെ പറഞ്ഞ് 2ാമത്തെ സ്റ്റെപ്പ് 3ാമത്തെ സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 25,000 രൂപയിൽ ക്ലോസ് ചെയ്യും. കൂടെ നിങ്ങൾക്ക് 2 പുസ്തകവും ഞാൻ ഫ്രീ തരുന്നു എന്ന് പറയുന്ന മെത്തേഡാണ് ലോകത്ത് വർക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും. പക്ഷെ ഈ ഒരു കോച്ച് വ്യത്യസ്തനാണ്. എല്ലാവരും എടുക്കുന്ന നേരെ വ്യത്യസ്തമായ രീതിയിലാണ് എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത്. നേരത്തെ ആദ്യം ചോദിച്ചില്ലേ ഈ സാറെന്താ ഇങ്ങനെ ചോദിച്ചില്ലേ? അത് ഇത് തന്നെയാണ് പ്രധാനം. ഒരു കോഴ്സിന്റെ ഫീസ് പോലും പറയുന്നത് നേരെ തിരിച്ചാണ്. അവർ കോഴ്സിന് ഫീസ് ഫിക്സ് ചെയ്ത് താഴോട്ട് ഡിസ്കൗണ്ട് കൊണ്ട് വരുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്നുമില്ലാതെ തുടങ്ങി അങ്ങോട്ട് കൂട്ടി പോകുന്ന അവസ്ഥയാണ്. ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം പറയാം എളുപ്പത്തിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഏഞ്ചൽ നമ്പറുകൾ അറിയാം അല്ലെ? ഏഞ്ചൽ നമ്പറുകളെ പറ്റി അതാണല്ലോ നിങ്ങൾ ഇപ്പൊ എല്ലാവരും നമ്മൾ ഏഞ്ചൽ നമ്പർ ഫിക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾ എല്ലാവരും ഏഞ്ചൽ നമ്പറിനെ പറ്റിയിട്ടാണ് എപ്പോഴും സംസാരിക്കാറ്. നമ്മൾ ജീവിതത്തെ മാറ്റപ്പെടുത്തണമെങ്കിൽ, ജീവിതം നമ്മളുടെ സ്വന്തം നമ്മളുടെ ഉദ്ദേശത്തിലായിരിക്കണമെങ്കിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് അവിടെ ആവശ്യമാണ്. ആ ഒരു കാര്യം, അതായത് നമുക്ക് പലർക്കും, നിങ്ങൾക്ക് ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീ ജനങ്ങൾക്ക് ഇല്ല എന്ന് അവർ സ്വയം കരുതുകയും അല്ലെങ്കിൽ അവർക്ക് നിഷേധിക്കണമെന്ന് നമ്മുടെ മറ്റു വിഭാഗം ഉണ്ടല്ലോ, ഞാൻ ആ വിഭാഗത്തിൽപ്പെടുന്നതല്ല, ഉള്ളവരുണ്ടെങ്കിൽ അവരോട്, ആരാണ് വിഭാഗവും കരുതുന്ന ഒരു സാധനത്തിന്റെ പേര് പറയാവോ? ഈ ഒരു സാധനം നമുക്കില്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ആ സാധനത്തിന്റെ പേരെന്ന് പറയാമോ? എത്ര പേർക്കറിയാം? പറഞ്ഞത് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇതില്ല എന്ന് സ്വയം ചിന്തിച്ചിരിക്കുന്ന ഒരു സാധനവും
അവർക്കതിന്റെ ആവശ്യമില്ല എന്ന് ആൺകഥാപാത്രങ്ങൾ വിശ്വസിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ് ഇന്ത്യക്ക് ലോകത്ത് യെസ് ദേവി ദാമോദർ റൈറ്റ് യു സെഡ് ദ റൈറ്റ് തിങ്സ്. എന്താണ്? ഫ്രീഡം ഓർ ഇൻഡിപെൻഡൻസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരണമെങ്കിൽ, ഫ്രീഡം ഇല്ലെങ്കിൽ, ഇൻഡിപെൻഡൻസ് ഇല്ലെങ്കിൽ, സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഒന്നും ആകാൻ സാധിക്കില്ല. ഇത് നിങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ടല്ലോ. ഓൾമോസ്റ്റ് ആൾക്കാർ ഇത് അനുഭവിക്കുന്നുണ്ടല്ലോ. ഇന്നലെ എന്നോട് പറഞ്ഞു ഒരാൾ, ഞാൻ എന്നോട് പറഞ്ഞു, ആരെ ക്ലാസ്സിൽ കയറണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്, യൂട്യൂബിലല്ല ലൈവ് കാണുന്ന നല്ല ആഗ്രഹം, പക്ഷേ ഭർത്താവ് ഇത് കണ്ടു കഴിഞ്ഞാൽ കല്യാണം. ഞാൻ എന്റെ ഭാര്യയോട് പറയുന്നത്, ഏതെങ്കിലും ക്ലാസ് ഒന്ന് കയറി ഇരിക്കും, ഒന്ന് ഇരുന്നേ അവിടെ എന്ന് പറയുന്നത് എന്നോടാണ് പറയുന്നത്. ഭർത്താവ് കേട്ടാൽ എത്ര പേരുണ്ട് നമ്മുടെ ഈ ക്ലാസ് പമ്മി 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 കേൾക്കുന്നത്. എത്ര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയിലുണ്ട്. എന്റെ അഡ്വക്കേറ്റ് ആണ്, രണ്ടുപേരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഹൈലി എന്താ പറയാ റെപ്യൂട്ടഡ് ആൾക്കാരാണ്. പക്ഷെ വൈഫിന് ഒരു ഫ്രീഡം കൊടുക്കില്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിന് ആ സംഭവം പറയാൻ നിന്ന് കുറേ കാര്യം പറയേണ്ടത്, എങ്ങനെ സംഭവിക്കുന്നു എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏഞ്ചൽ നമ്പറുകളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഏതാണ് ഇൻഡിപെൻഡൻസിന്റെ ഏഞ്ചൽ നമ്പർ നിങ്ങൾക്കറിയാവോ? ഞാൻ മുമ്പ് പഠിപ്പിച്ചതാണ്. എപ്പോഴും ഓർത്തു വെക്കാം. ഈ നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന്. ഇതുണ്ടായാൽ മാത്രമേ ഞാൻ ഈ കോഴ്സിലേക്ക് നിങ്ങളെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു, ഇൻഡിപെൻഡൻസിന്റെ ഏഞ്ചൽ നമ്പർ ഏതാണെന്ന് ആർക്കും പറയാൻ പറ്റുമോ? അല്ല. 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾക്ക് ഇതിന് മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവനവനെ മനസ്സിലാക്കുക, അവനവനെ അറിയുക, അവനവന് മുന്നോട്ട് പോവുക. ഈ സെൽഫ് റിയലൈസേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ജീവിത വിജയത്തിന്റെ രഹസ്യം അറിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല എന്നറിയാം. സെൽഫ് റിയലൈസേഷൻ, അതായത് എനിക്ക് എങ്ങോട്ട് പോകണമെന്ന ബോധവും ഞാൻ എവിടെ ഇരിക്കുന്നു എന്ന ബോധവും ഇല്ലാത്ത ഒരാൾക്ക് ഇത് സാധ്യമല്ല. ഇനി ഗോൾസിനെ, എനിക്ക് എന്റെ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യണം എന്നറിയാത്തവരുണ്ടാവോ? എനിക്ക് എന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതിനു വേണ്ടി ആത്മാർത്ഥമായ വർക്ക്, ജോലി ഞാൻ ചെയ്യണം എന്ന് മനസ്സിലാവാത്തവരിവിടെ ഉണ്ടാവുമോ? അതും ഉണ്ടാവില്ല. അപ്പോൾ ഇത് 3ഉം കണക്ട് ചെയ്ത് വരുന്ന ഒരു ഏഞ്ചൽ നമ്പർ ഉണ്ട്. അതറിയാവോ നിങ്ങൾക്ക്? അതായത് ഇൻഡിപെൻഡൻസ്. നിങ്ങൾ ഈ നമ്പർ കണ്ടാൽ അപ്പോൾ തീരുമാനിക്കുക, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്റെ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടിരിക്കുന്നു, ഫ്രീഡം കിട്ടുന്നു. എളുപ്പത്തിൽ പറയാം, ഡൈവേഴ്സിന്റെ വക്കിലോ വല്ല നിൽക്കുന്ന ആൾക്കാർ കോർട്ടിൽ പോകുന്ന വഴിക്ക് ഈ നമ്പർ കണ്ടാൽ ഉറപ്പിച്ചോ, നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ സംഭവിക്കരുത് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഒരു നമ്പർ ഉണ്ട് അങ്ങനെ. അതുപോലെ തന്നെ സെൽഫ് റിയലൈസേഷനിലേക്ക് കടന്നു പോകുന്ന ആൾക്കാർ, നിങ്ങൾ ഈ നമ്പർ കണ്ടാൽ നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ഗോള് നിങ്ങളുടെ മുന്നിൽ ദേ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി യൂണിവേഴ്സ് നൽകുന്ന നമ്പറാണ് 1947. എവിടെ കിട്ടി സ്വാതന്ത്ര്യം? ആർക്ക്? നിങ്ങൾ എന്നെ ചിരിപ്പിക്കരുതെന്ന്, നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റില്ല. ഈ നമ്പറാണ് 4444. 4 4കൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ ഈ 4 കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു: ഫ്രീഡം, പിന്നെന്താണ്? സെൽഫ് റിയലൈസേഷൻ, അച്ചീവിങ് യുവർ ഗോൾ, വർക്കിംഗ് ടുവേർഡ്സ്, സംരക്ഷണം. ഒറ്റ വാക്കിൽ ഗിരിജ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഗിരിജ? എങ്ങനെയൊക്കെ സംരക്ഷണം എല്ലാം കിട്ടുന്നതാണ് 4 4കൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മാത്രം ജീവിത വിജയത്തിന്റെ രഹസ്യം അറിയാൻ വരിക, പഠിക്കാൻ വരിക. നിങ്ങൾക്ക് എന്താ പറയാ, സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവണമെങ്കിൽ മാത്രം ജീവിത രഹസ്യത്തിന് വിജയം
മനസ്സിലാക്കാൻ വരിക. പിന്നെ നിങ്ങളുടെ ഗോളുകൾ നിശ്ചയിക്കാനും അച്ചീവ് ചെയ്യാനും, ഗോളുകൾ നിശ്ചയിക്കാനും അതുപോലെ അത് അച്ചീവ് ചെയ്യാനും വേണ്ടി നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന നമ്പറാണ് 4 കോഡുകൾ. സെറ്റ്. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. റെഡി ആയവർ വന്നുകൊള്ളുക. കൃത്യമായി നിങ്ങളെ ഓരോ ആളെയും പാകപ്പെടുത്തി വെച്ച് ഇപ്പൊ എന്റെ അഡ്മിന്മാർ ശ്രദ്ധിക്കുന്നുണ്ടാവും, സാറേ ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കാതിൽ ഒരു കോഴ്സ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് എന്ന് അഡ്മിന്മാർ ഇപ്പൊ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഈ സാറ് കോഴ്സ് അനൗൺസ് ചെയ്ത്. നിങ്ങൾ ഇപ്പൊ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എനിക്ക് അവർക്ക് ഒരു ഐഡിയ ഇല്ല ഇതിനെ പറ്റി. കാരണം അവരോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തീരുമാനിച്ചതാണ്, അതുകൊണ്ട് നിങ്ങളോട് അനൗൺസ് ചെയ്തതാണ്. ഒറ്റക്കാര്യം അഡ്മിന്മാരോട് പറഞ്ഞിട്ടില്ല. ഇതാണ് അവർക്ക് ഏറ്റവും വലിയ വിഷയം. ഞാൻ അവരോടൊന്നും പറയാറില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ അവരറിയുന്നു, നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ലാസ് കേട്ടിട്ട് അവർ മനസ്സിലാക്കുന്നു, പിന്നെ അവർ ബാക്കി കാര്യങ്ങൾ അറിയുന്നു എന്നുള്ള. ഞാൻ എവിടെ ഇരിക്കും, വൈകിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്നാ പിന്നെ ഇങ്ങനെ ഒരു കോഴ്സ് കൊടുത്തേ ആൾക്കാർക്ക്. കാരണം ഞാൻ ഇത് ശരിക്കും കൊടുക്കേണ്ട ആവശ്യം ശരിക്കും എന്റെ പിള്ളേർക്കാണ്. അതായത് ജൂനിയേഴ്സ്, നമ്മുടെ ബിഗ് ബാരിയേഴ്സിലുള്ള പിള്ളേർക്കാണ് ഇത് കൃത്യമായി കൊടുക്കേണ്ടത്. ഞാൻ അവർക്ക് വേണ്ടി നാളെ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. അവർക്ക് വേറെയാണ് ഞാൻ ക്ലാസ് എടുക്കുക. അപ്പോ അവർക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ബിഗ് ബാരിയേഴ്സിനോടും പറയുക, എല്ലാ കുട്ടികളെയും, അവരെ 4-5 കുട്ടികളെ ഞാൻ അതിനു വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവരെയും കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അവർ മറ്റൊരു ക്ലാസ്സാണ്, നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് അല്ല അവർക്ക് ചെയ്യുന്നത്. അവരെയും ഞാൻ, പക്ഷെ അവർക്ക് മറ്റൊരു ഫീസ് ആയിരിക്കും. കാരണം അവർക്ക് സെൽഫ് ഇൻകം കുറവായിരിക്കുമല്ലോ. അതിനനുസരിച്ച് ക്ലാസ് ആയിരിക്കും അവർക്ക് നൽകുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉടനെ തന്നെ വിളിച്ച് ജോയിൻ ചെയ്തോളൂ. ഫുൾ എമൗണ്ട് അടക്കുന്നവർ ഒറ്റയും സന്തോഷം അടച്ചോളൂ. ഫുൾ എമൗണ്ട് അടക്കാത്തവർ അടച്ചോളൂ. പക്ഷെ ഒരു കണ്ടീഷൻ ഞാൻ പറയാം, നിങ്ങൾ ഫുൾ എമൗണ്ട് അടച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അടക്കാതിരിക്കരുത്. തരാന്ന് പറഞ്ഞിട്ട് തരാതിരുന്നു കഴിഞ്ഞാൽ അത് മോശമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ കോഴ്സ് ഞാൻ ചിലപ്പോൾ തരാതിരിക്കും. ഇതുവരെ അങ്ങനെ ഉണ്ടായില്ല. തൃശ്ശൂർ പ്രോഗ്രാമിനകത്ത് 15 പേരാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് അവസാനം വരാതിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഞാൻ അവർക്ക് തന്ന പൈസ 10 പൈസ തിരിച്ചു കൊടുക്കുകയും വേണം, അവിടെ ഹോട്ടലിൽ പറഞ്ഞ ബില്ല് മുഴുവൻ ഞാൻ കെടുക്കുകയും വേണം. ഇത് എന്നെ സംബന്ധിച്ച് നഷ്ടമാണ്. ഞാൻ അത്തരം കൂടുതലൊന്നും ഫീസുകൾ വാങ്ങിക്കാത്തതുകൊണ്ട് എന്നെ ട്രാപ്പിലാക്കരുത്. ഉള്ളവർ മാത്രം അടച്ചാൽ മതി, ഇല്ലാത്തവർ പറഞ്ഞോളൂ, ഞാൻ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് തരാതിരുന്നു കഴിഞ്ഞാൽ പരാതി, അല്ലെ മണിയുടെ പാട്ടുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും അവസ്ഥ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇതാർക്കും പറ്റാത്തതില്ല, ഇത്ര മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ജീവിത വിജയത്തിന്റെ രഹസ്യം പുസ്തകം വേണ്ടവരൊക്കെ ബുക്ക് ചെയ്തോളൂ. ഈ പുസ്തകം, ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നവർ എന്തായാലും ഈ പുസ്തകം വായിച്ചിരിക്കണം നിർബന്ധമാണ്. കാരണം അതുകൂടി കണ്ടന്റ് ചെയ്തുകൊണ്ടാണ് പുസ്തകം നമ്മൾ കോഴ്സുകൾ ബിൽഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, പക്ഷെ അതിന്റെ ഭാഗങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് പുതിയ കോച്ചുകളൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് വരും. ചിലപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരേ ദിവസം തന്നെ 2-3 ക്ലാസ്സുകളൊക്കെ നടന്നു വരും. ഞാൻ ചിലപ്പോൾ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ടാകും. എന്റെ കോച്ച് പിള്ളേരൊക്കെ പ്രിപ്പയർ ആയി കഴിഞ്ഞിരിക്കുന്നു, അവരൊക്കെ ക്ലാസ് എടുക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പൊ അവരെയൊക്കെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും. പുതിയ കാര്യങ്ങളുമായിട്ട് ചിലയാൾ മറ്റു വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ടൊക്കെ ഇവിടെ ക്ലാസ്സുകൾ വരും. സാറിന്റെ ക്ലാസ്സിൽ മാത്രമേ കയറിയിരിക്കൂ എന്നൊന്നും വേണ്ട, എല്ലാവരും കയറിയിരിക്കുക, അവരുമായിട്ടൊക്കെ മനസ്സിലാക്കുക, നിങ്ങളുടെ ആശയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെയും ഉയർത്തിക്കൊണ്ടുവരണം. കൊച്ചുകുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉടനെ 2-3 ദിവസം കൊണ്ട് തുടങ്ങുന്നുണ്ട്. സ്മോൾ വാരിയേഴ്സിനുള്ള ദിവസവും ക്ലാസ്സാണ് അവർക്കുള്ളത്. ഒരുപാട് ആക്ടിവിറ്റീസ് അതൊക്കെ ഓൾറെഡി സജ്ജമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതിയിരിക്കുകയാണ്. അവർ പിള്ളേർ ചോദിക്കാൻ എന്തേ സാറേ ക്ലാസ് തുടങ്ങാൻ ചോദിക്കാൻ തുടങ്ങി. ഇന്നലെ ബുക്ക് പ്രകാശനത്തിൽ വന്ന് നമ്മുടെ ഇവിടെ നിന്നുള്ള കൊച്ച് ഒറ്റ വിഷയമായിരുന്നു, സാറ് സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് എന്നെ വിളിച്ചില്ല, സ്റ്റേജിലേക്ക് എന്നോട് സംസാരിച്ചില്ല, അവൻ താഴെ നിൽക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ സ്മോൾ കരിയറിലുള്ള ആൾക്കാർ. അപ്പൊ അത്രയും സ്നേഹമുള്ള കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. അവരൊക്കെ ഒന്ന് റെഡിയാക്കി എഴുതണം. അപ്പൊ നിങ്ങളുടെയൊക്കെ സഹായം, അവർക്ക് അവരുടെ ക്ലാസ്സിനെ പറ്റി നിങ്ങളോട് പറഞ്ഞതല്ലേ, വളരെ കുറച്ച് പേര് മാത്രമേ കുട്ടികളെ അതിനകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ കൂടി ജോയിൻ ചെയ്യിപ്പിക്കണം. ഒരു 500 രൂപ അല്ലെ 1000 രൂപ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ നഷ്ടമൊന്നും ഉണ്ടാവില്ല. അത് ഉള്ളവരൊന്ന് അവരതിനു വേണ്ടി വിടണം. സമ്മർ ക്ലാസ്സുകൾ നന്നായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയാണ്. വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒറ്റ കാര്യമായിട്ട് നിങ്ങൾ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ വിജയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഒറ്റ ചോദ്യം മല്ലിക ചോദിച്ചത് 818 പറഞ്ഞു തരാമെന്ന്. 818 ഒരു ദിവസം ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. കാരണം സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ പോസിറ്റീവിനെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. സുബൈദ, ഞാൻ
ചോദിച്ചിരുന്നു, മറുപടി തന്നില്ല. എന്താണ് ചോദിച്ചത് സുബൈദ? ഇപ്പൊ പറഞ്ഞു, നമുക്ക് ഇപ്പൊ തന്നെ മറുപടി പറയാലോ, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞതെല്ലാം ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. കോഴ്സിന് വേണ്ടവർ ജോയിൻ ചെയ്തു, കോഴ്സിന് വേണ്ടാത്തവർ ഇരുന്നോളൂ, നോ പ്രശ്നം. ലോ ഓഫ് അട്രാക്ഷൻ സജീവ് ജി, LOW അല്ല, LAW ആണ്. പ്രാക്ടീസിന്റെ ബുക്ക് ഓർഡർ ചെയ്തു. താങ്ക് യു വെരി മച്ച്. ചെയ്തോളൂ. 7 ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. വീണ്ടും ഒരു ദിവസം വേണമെങ്കിൽ ഈ മേജർ നമ്പറുകളൊക്കെ വീണ്ടും എടുത്തു തരാം, കുഴപ്പമൊന്നുമില്ല. 100 പ്രാവശ്യം എടുത്തു തരാം. ഞങ്ങൾ പോകുന്ന വഴിയിൽ മുഴുവൻ നമുക്ക് കാണുന്നതാണ്. അതുകൊണ്ട് ഒരു വിഷയമില്ല കേട്ടോ, എടുത്തു തരുന്നതിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളുടെ ക്ലാസ്സിനെ കുറിച്ച്, ഓക്കെ, മക്കളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നറിയോ, നമ്മൾ ആ തൃശ്ശൂർ പ്രോഗ്രാമിന്റെ ഇടയിൽ എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചതിന് മറുപടി ഉണ്ടാവില്ല. ഞാൻ ഈ ആഴ്ച തന്നെ തുടങ്ങും ക്ലാസ് എന്തായാലും. എനിക്ക് തോന്നുന്നത് 2-3 ദിവസത്തിനകത്ത് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും ജോയിൻ ചെയ്ത ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2 ക്ലാസ്സുകൾ ഉണ്ടായെന്ന് വരും. കാരണം 2 ക്ലാസ്സുകളൊക്കെ എടുക്കണം എന്നുള്ള ചിലപ്പോൾ ആൾക്കാരുണ്ട്. ചിലപ്പോൾ രാവിലെ ചില അബാക്കസുകളൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ചിത്രരചന, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, പാട്ടുകൾ, അതുപോലെ തന്നെ ക്ലാസ്സുകൾ അവർക്ക് വേണ്ടി. അങ്ങനെ വിവിധമായ രീതിയിലാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബിഗ് വാരിയേഴ്സിന് ഉള്ളത് ഈ ക്ലാസ് തന്നെയാണ് അവർക്ക് ഇപ്പൊ കൊടുക്കാൻ പോകുന്നത്. അത് നാളെ ഞാൻ അവർ ക്ലാസ് എടുത്ത് പറയുന്നുണ്ട്. സംശയമുള്ളവർ ചോദിച്ചോളൂ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ഉള്ളവർ സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ. മെഡിറ്റേഷൻ ഇന്ന് വിഷു മെഡിറ്റേഷൻ, സ്പെഷ്യൽ മെഡിറ്റേഷൻ ആണ്, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. തൃശ്ശൂർ ക്ലാസ്സിന് ബാലൻസ് ക്ലാസ് ഇപ്പൊ തുടങ്ങും. ഞാൻ തിരിച്ച് പോയിട്ട് ചെയ്യാം. അവിടെ ആകുമ്പോൾ നല്ല സുഖമായിട്ട് ഇരിക്കാം. ഇവിടെ ആകുമ്പോൾ ലൈറ്റ് കാര്യങ്ങൾ PPT ഒന്നും കറക്റ്റ് വർക്ക് ചെയ്യില്ല. കറക്റ്റ് ചെയ്യാൻ കുറെ സെറ്റിംഗ്സ് ഉണ്ട്. ഞാൻ ലാപ്ടോപ്പും കൊണ്ടല്ലേ വന്നത്, അതുകൊണ്ട് എനിക്ക് ലാപ്ടോപ്പ് അത്ര കൺവീനിയന്റ് അല്ല. തുമ്പ ഡാൻസ് പ്രസീതയാണ്, തുടങ്ങിയിട്ടില്ല. തുമ്പ ഡാൻസ് തുടങ്ങുന്ന എപ്പോഴാണ് നാളെ പറയാം. ഇന്ന് നമ്മളെല്ലാം ഫ്രീ ആയി, എല്ലാ കാര്യങ്ങളും ഫ്രീ ആയി. നാളെ എല്ലാം പറയാം. ഓക്കെ. ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ. ഡൗട്ട് ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ. ആരോ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളത് പെട്ടെന്ന് ചോദിക്കാം. ചെറിയ കുട്ടികൾ ക്ലാസ് എത്ര വയസ്സ് മുതലുള്ളതാ? കേട്ടില്ല. ചെറിയ കുട്ടികളുടെ ക്ലാസ് എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ്? ചെറിയ കുട്ടികളുടെ ക്ലാസ് ചെറിയ കുട്ടികളുടെ ക്ലാസ് നമുക്ക് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയാണ്. അപ്പൊ ടൈം അവർക്ക് ഏറ്റവും കൺവീനിയന്റ് ടൈം ഈവനിങ് ആയിരിക്കുമല്ലോ കുട്ടികൾ. ഈവനിങ് ഒരു 5 to 6 അങ്ങനെയൊക്കെ ആയിരിക്കും കുട്ടികളുടെ ഏറ്റവും കൺവീനിയന്റ് ആയ ടൈം. ആ സമയത്ത് ഫ്രീ ആയിരിക്കും. രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞാൽ പല കുട്ടികൾ എഴുന്നേൽക്കില്ല. പിന്നെ ഉച്ചയ്ക്കാകുമ്പോൾ ഭക്ഷണവും അങ്ങനെയുള്ള പരിപാടികളായിരിക്കും. ടൈം ക്ലാസ് ജോയിൻ ചെയ്തവരനുസരിച്ച് മാറ്റും. ജോയിൻ ചെയ്തവരനുസരിച്ച് ക്ലാസ് ടൈം ഫിക്സ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 3-4 മണിക്കൂറൊക്കെ ഉണ്ടാവും ഒരു ക്ലാസ്. അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഉണ്ടാവും. അല്ല, അവരിരിക്കുന്നതനുസരിച്ച് കുട്ടികൾ ഇരുന്നോളൂ. നിങ്ങൾ അത് മേടിക്കണ്ട, ഇവിടെ വന്ന് അവരെ ഇരുത്തിക്കൊള്ളട്ടെ. അതൊക്കെ ഞങ്ങളുടെ പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും തിരക്കുള്ള ലോക ബിരുദന്മാരെ നിങ്ങളെ ഞാൻ ഇവിടെ 1-1.5 മണിക്കൂറൊക്കെ ഇരുത്തുന്നുണ്ട്. പിന്നെയാണ് കുട്ടികളെ ഇരുത്താൻ. അതുകൊണ്ട് ആ ടെക്നിക്ക് എനിക്കറിയാം. നിങ്ങൾ ഇരുത്താനുള്ള ടെക്നിക്ക് അതൊക്കെ പിള്ളേരെ ഇരുത്തിക്കോളും. ഹാപ്പി വിഷു സാർ. സാറിനോട് ഞാൻ സാറിന്റെ ഒരു ഇത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ, വൈഫുമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. പറയുമ്പോ എന്തെങ്കിലൊക്കെ ചിന്തിച്ച് പറയണേ. സാറിന്റെ ഒരു ഇത് കണ്ടായിരുന്നു, വൈഫ് വൈക്കുന്നത് ആഴ്ചക്കൊള്ളാം, വേറെ വല്ല വഴിയും വേണോ തന്നെ. അല്ല, വൈഫും സാറും കൂടെ പാട്ടിട്ടുള്ള രണ്ടും കുട്ടികളായിട്ടൊക്കെ ഉള്ളതുണ്ടല്ലോ. കുട്ടികളായിട്ടൊക്കെ ഞാൻ എങ്ങനെയാണ് സജീവൻ നിന്നെ ശരിയാക്കി എടുക്കേണ്ടെന്ന റിസർച്ചാണ് ഞാൻ ഏറ്റവും ഡീപ്പായിട്ട് ചെയ്യുന്നത്. സാറ് ഞാൻ അത്രയും പറയുമ്പോ സാറ് മനസ്സിലേക്ക് കാണുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് രണ്ടുകൂടെ കുട്ടികളായിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. കുട്ടികളുടെ ഫീസ് 1000 രൂപ. നല്ലായിരുന്നു. പറഞ്ഞോ. എനിക്ക് 25,000 രൂപ കിട്ടി സാർ. പറയാമെന്നല്ലേ? ഓക്കെ. എന്താണ് വിഷയം? 25,000 രൂപ വിഷു കഴിഞ്ഞിട്ട് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമല്ലേ? അതെ സാറേ, ഒന്നും പ്രതീക്ഷിക്കാതെ അയാൾ തന്നതാ. 1 ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരാഴ്ച. കഴിഞ്ഞ മാസം ഫുൾ മെഡിറ്റേഷൻ കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം എനിക്ക് കിട്ടിയത് 1 ലക്ഷം രൂപ കിട്ടി. അപ്പൊ തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയതാ. ഞാൻ എഴുതി വെച്ചിരുന്നു തരുന്നു. ഭയങ്കര താങ്ക് യു സാർ. താങ്ക് യു സാർ. ഒരുപാട് സന്തോഷം. സൂപ്പർ. വെരി ഗുഡ്.
അങ്ങനെ കിട്ടട്ടെ. ഇനിയും 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 ഇങ്ങനെ കൈതട്ടങ്ങൾ ഈ വർഷം മുഴുനീളം ഇതുപോലെ കാര്യങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സാർ. സന്തോഷം. ഞാന് അതിനിടയിൽ സന്തോഷം. താങ്ക് യു. ലേഖ ഇന്ന് 2000 രൂപ എനിക്ക് വിഷു കഴിഞ്ഞിട്ടും കിട്ടിയതാണോ? 2000 രൂപ വിഷു കഴിഞ്ഞിട്ടും കിട്ടി. സന്തോഷം. താങ്ക് യു സാർ. ഐ ഡോണ്ട് ടെൽ ഓഫ് ഐ ഹാവ് യൂണിവേഴ്സിറ്റി എക്സാം ഓൺ 23rd. ഓക്കെ. പറഞ്ഞോട്ടെ. പറഞ്ഞോ. 17 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ ക്ലാസ് തുടങ്ങിയോ? 17 വയസ്സിന് കുട്ടികളുടെ ക്ലാസ് ആണ് ഈ പറഞ്ഞ ഇതല്ലേ ജീവിത വിജയത്തിന്റെ രഹസ്യമാണ് അവർ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. അവർക്ക് അനൗൺസ് ചെയ്യുന്നത്. അവിടെ എത്ര പേര് വരുമെന്ന് എനിക്കറിയില്ല. അവർക്ക് ക്ലാസ് എടുക്കണം. നാളെ ഒരു ഓപ്പൺ സെഷൻ എടുത്തിട്ട് അവരോട് പറയാൻ പോകും. അതിന്റെ ഫീസ് എത്രയാ? അല്ല, അത് തീരുമാനിച്ചിട്ടില്ല. അത് അവരായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം തീരുമാനിക്കാം. ഓക്കെ സർ. ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുണ്ടല്ലോ, ബിഗ് ബാരിയേഴ്സിന്റെ ഗ്രൂപ്പിലുണ്ടാവുമോ അവര്? ഇല്ല ഇല്ല. ആ ബിഗ് ബാരിയേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അന്ന് ചോദിച്ചാൽ അഡ്മിനോട് ചോദിച്ചാൽ അവർ ജോയിൻ ചെയ്തു. ഓക്കെ സർ. താങ്ക് യു. നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഈ ചെറിയ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്ന എന്തിന്റെ വിഷയമായിരിക്കും സാറേ? എന്തിന്റെ വിഷയമായിരിക്കും എന്ന് പറയാനില്ല. എല്ലാ കാര്യങ്ങളും അവർക്ക് പഠിക്കും. അവർക്ക് ഒരു വിഷയത്തിൽ മാത്രം പഠിപ്പിച്ചുകൊണ്ട് കിട്ടില്ല കുട്ടികളെ. ചെറിയ കുട്ടികളുടെ സൈക്കോളജി കളിക്കാനും രസിക്കാനും പാട്ട് പാടാനും അതിന്റെ കൂടെ പഠിപ്പിക്കാനും അതിന്റെ കൂടെ കണക്ക് കൂട്ടാനും ജീവിതം എന്താണ് മനസ്സിലാക്കാനും ജീവിതത്തിൽ എന്തായി തീരണം അങ്ങനെ എല്ലാം ഉണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന പോലെ ഒന്നും പഠിപ്പിച്ചില്ല. അവർക്ക് എല്ലാം അറിയാം. അവര് ചില സമയത്ത് പെട്ടെന്ന് പാട്ട് പഠിപ്പിക്കും, ചില സമയത്ത് ഊഞ്ഞാലടിക്കും, ചില സമയത്ത് ഓടാൻ പറയും. ഇതൊക്കെ ചെയ്യും. കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും. ബിഗ് ബാരിയേഴ്സിന് വേറെ ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ടല്ലോ, ബിഗ് ബാരിയേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ. ലിങ്ക് ഇട്ടായിരുന്നോ? ബിഗ് ബാരിയേഴ്സിന്റെ ഗ്രൂപ്പ് നിങ്ങൾ ചോദിച്ചാൽ മതി. ബിഗ് ബാരിയേഴ്സ് വേറെ തന്നെ ഗ്രൂപ്പാണ്. ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടെ നിങ്ങളെ മറ്റേ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണുള്ളത് അവിടെ ചോദിച്ചാൽ അതിന്റെ ലിങ്ക് ഇട്ടുതരാം കേട്ടോ. ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാല് എല്ലാവരും അതിൽ കയറി നിൽക്കും. അതുകൊണ്ട് ഇത് വെക്കാൻ പറ്റില്ല. നമുക്ക് ആവശ്യമുള്ളവർ ചോദിച്ചാൽ അവർക്ക് മാത്രം ലിങ്ക് ഇട്ടുതരാം. ഓക്കെ. പിന്നെന്താ പറഞ്ഞേ? അടുത്തെന്താണ്? വനജാരശ്മി 23rd എക്സാം അല്ലേ? സമയമുണ്ട്. അതിന് മുമ്പ് 2020 വീണ്ടും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ജോയിൻ ചെയ്തോളൂ. ഇന്നത്തെ മെഡിറ്റേഷൻ ജോയിൻ ചെയ്തോളൂ എല്ലാവരും. ഇന്നത്തെ മെഡിറ്റേഷൻ അതുപോലെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ മെഡിറ്റേഷൻ സമയമായില്ലേ? സമയം 9 മണിയായി. 8 മണിക്കാണ് മെഡിറ്റേഷൻ പറഞ്ഞത് നമ്മള്. കാലായി. ഓക്കെ, ശരി എന്നാലേ അപ്പൊ പിരിയാം. താങ്ക് യു വെരി മച്ച്. കുറച്ച് നേരം കൊണ്ട് മെഡിറ്റേഷൻ ലിങ്ക് ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ലിങ്ക് അയച്ചു തരുമോ സാർ? പിന്നെ എല്ലാ ഗ്രൂപ്പിലേക്കും ലിങ്ക് വരും. 10 മണിക്കാണ് പറഞ്ഞല്ലേ? 10 മണിക്ക്. 10 മണിക്കാണ് 9 മണിക്കാണ്. എത്ര മണിക്കാ പറഞ്ഞ ടൈം? എത്ര മണിക്കാണ് പ്രത്യേകം കൊടുത്തത് നമ്മള്? 9:30. അപ്പോഴേക്കും വരാം കേട്ടോ. ഓക്കെ, അതേ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും ലിങ്ക്. നമുക്ക് എല്ലാ ഗ്രൂപ്പിലും വരും. ലിങ്ക് ഓൾറെഡി പോയിട്ടുണ്ട് സാറേ. വന്നിട്ടുണ്ട്. ലിങ്ക് ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കയറിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ ഞാൻ. ജീവിത മാറ്റം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച ആൾക്കാരെ മാത്രമാണ് എനിക്ക് ആവശ്യം. സാറേ ഞാനും ചേരട്ടോ? നിങ്ങൾ ചേർന്നോളൂ. എന്തായി നമ്മുടെ കാര്യങ്ങള്? സൈൻ ചെയ്ത് മേടിച്ചോ? അവിടുന്ന് സൈൻ ചെയ്ത് വന്ന് മറ്റേ അവര് വരത്തേ ഉള്ളൂ ഇനി. സ്വാമിയുടെ അവിടുന്ന് മക്കള് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ വിളിക്കാന്ന് പറഞ്ഞേക്കുന്നു. കൺഫേം അവര് വന്ന് ഇടാത്തോണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഇനി അതിനകത്ത് ഡൗട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാക്ടീസ്. ഞാൻ കുറേ ദിവസത്തെ ഞാൻ മനസ്സിൽ അത് എങ്ങനെ നടത്തി കിട്ടണം എന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു. ശരി സാർ. ബാങ്കിന്റെ ആണ് നമുക്ക് സെറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നതേ. അത് അവിടെ സുപ്രീം കോർട്ടൊന്ന് സെറ്റിൽ ചെയ്യിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. ശരി സാർ. നമ്മുടെ വീണ്ടും ഐഡിയകൾ ബാക്കിയുണ്ടല്ലോ, നമുക്ക് വീണ്ടും ബിൽഡ് ചെയ്യാം. അതെ, ഉണ്ട്. ഞാനൊരു ഫുഡ് ലൈസൻസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇരിക്കട്ടെ. നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലിയർ ആവട്ടെ. അതിനുശേഷം മറ്റെന്തെങ്കിലും എല്ലാം അതിനു ശേഷം നമുക്ക് ഇരുന്നിട്ട് ഒരു പ്ലാൻ ആക്കാം. ശരി സാർ. സോജ രാമചന്ദ്രൻ സംസാരിച്ചു. എന്താണ് കുഴപ്പം? ഞാൻ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. സംസാരിച്ചോളൂ. ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തന്നല്ലോ. പെട്ടെന്ന് സംസാരിച്ചു.
സാർ, സാറിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ കാണാറുണ്ട്. കേൾക്കുന്നുണ്ടോ സാർ? കേക്കാം. അതിലൂടെ ഞാൻ ഒരു അഫർമേഷൻ എഴുതി എനിക്ക് 5000 രൂപ കിട്ടിയിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ എന്താ വെച്ചാല് മോളുടെ പ്ലേസ്മെന്റിനുള്ള അപേക്ഷ ഫോം നാളെ കൊടുക്കാണ് അവരുടെ കോളേജിൽ നിന്ന്. സാറിന്റെ അടുത്തൊന്ന് പറയാന്ന് വിചാരിച്ചു. നാളെ കൊടുക്കാണ് അവർക്ക് പ്ലേസ്മെന്റിനുള്ളത്. അവർ ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. എവിടെയാണ്? ബാംഗ്ലൂർ ആനയ്ക്കല് അലയൻസ് യൂണിവേഴ്സിറ്റി. എന്താ അതിന്റെ പ്രത്യേകത? നെക്സ്റ്റ് ജൂൺ 1 തൊട്ട് പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും ജോലിക്ക് വേണ്ടിയിട്ട്. പ്ലേസ്മെന്റ് ആണ്. ഓക്കെ. പ്ലേസ്മെന്റ്. അപ്പോ നാളെയാണ് ഫോം സൈൻ ചെയ്യുന്ന ദിവസം. ഏത് കമ്പനിയിലേക്കാ? ഏത് കമ്പനിയിലേക്കാ? കാല് കഴുകണം, ചെരുപ്പിടാണ്ട് വന്നായിരുന്നോ? കാല് കഴുകിയിട്ട് ബാക്കിയുള്ളവർ അൺമ്യൂട്ട് ചെയ്യോ? ഹലോ, കാലും ചെരുപ്പൊക്കെ ഉള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്യും. മ്യൂട്ട് ചെയ്യും. പറഞ്ഞോ. അത് ഏത് കമ്പനിയിലേക്കാണ് പ്ലേസ്മെന്റ് കിട്ടിയത്? ഇല്ല, അത് ജൂൺ മാസം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നാളെ ഫോം കൊടുക്കാണ് സൈൻ ചെയ്തിട്ട് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ സാറിന്റെ അടുത്തൊന്ന് പറയാന്ന് വിചാരിച്ചിട്ട്. അത് ഇതൊക്കെ കോമൺ ആയിട്ട് സ്കൂൾ കോളേജിൽ നടക്കുന്ന ഒരു സംഭവം മാത്രമേ. അതിന് കൂടുതൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പ്ലേസ്മെന്റിന്റെ ഇന്റർവ്യൂ നടക്കുന്ന എല്ലാ സ്കൂളിലും നടക്കും. അതിനകത്ത് കാര്യമില്ല. നമ്മൾ പെർഫോം ചെയ്ത് ഏത് പ്ലേസ്മെന്റ് സെലക്ട് ചെയ്യുന്നു മാത്രം നോക്കണ്ട. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ബോധ ആവശ്യമില്ല. അത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലേ? അതെ. നന്നായി വരട്ടെ. നന്നായി കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. എനിക്കും 30 വർഷം മുമ്പ് ഇതേ ആഗ്രഹം ഉണ്ടായിരുന്നു. ആണോ? അതൊന്നും എന്നെ ഓപ്പൺ ചെയ്യിപ്പിക്കരുത് ഇപ്പൊ. ശരി, സന്തോഷം. കുട്ടികളെല്ലാം നന്നായി മാർക്ക്. സീന പറഞ്ഞോ. ഞാൻ വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു സാറിന്, കണ്ടില്ല. ശിവാംശിന്റെ ഒന്നില്ലല്ലോ, എനിക്ക് അയച്ചില്ലല്ലോ. ഞാൻ 629 രാധിക അങ്ങോട്ടൊന്ന് അയച്ചോട്ടെ. അയച്ചിട്ടുണ്ട്, ആ ഗ്രൂപ്പിലുണ്ട് സാറേ. ഏത് ഗ്രൂപ്പില്? നീ അങ്ങനെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാനിത് നോക്കിയിട്ടിരിക്കുന്ന ഒന്ന് മെൻഷൻ ചെയ്യണേ. ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യണല്ലേ? ഇപ്പൊ ഒന്ന് മെൻഷൻ ചെയ്താൽ ഞാൻ കേട്ടോളാം. ഓക്കെ സീന, ഞാൻ കേട്ടോ. ജീവിത വിജയത്തിന് ഞാൻ ചേരണോ സാറേ? നമുക്ക് ജീവിത വിജയം വേണ്ടേ? ഞാൻ ചോദിച്ചതേ, സാറ് എന്നോട് അഫർമേഷനും ഫോർഗീവ്നെസ്സും 5 വീതം ഡെയിലി ചെയ്യാൻ പറഞ്ഞല്ലോ. അല്ല, അത് വേറെ. നമ്മളെ മറ്റേ കാര്യം ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം അറിയാമെന്ന് പറഞ്ഞു. ശരി, താങ്ക് യു. അപ്പൊ ഇത് മോന്റെ വോയിസ് മെസ്സേജ് സാറ് കേൾക്കുവോ? ഞാൻ ഇപ്പൊ കേൾക്കാം. കേട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. താങ്ക് യു. അതെ, എന്റെ സീന, എന്റെ പേഴ്സണൽ നമ്പർ നിങ്ങളിൽ ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിനകത്ത് ഉണ്ടല്ലോ. അതിലേക്ക് മോന്റെ എന്ത് കാര്യം വന്നാൽ അതിലേക്ക് നേരിട്ട് അയച്ചോട്ടോ. 62 തുടങ്ങണ നമ്പർ അല്ലേ? ആ നമ്പറിലോട്ട് അയച്ചത് അല്ല. മോന്റെ എന്ത് കാര്യം വരുന്നെങ്കിലും അതിലേക്ക് അയച്ചോ. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോർമൽ അയച്ചോ. മോന്റെ മാത്രം. എന്റെ സമയം ഇതാക്കണ്ട. മോന്റെ കാര്യം വരുമ്പോ എന്തുണ്ടെങ്കിലും അന്ന് അയച്ചേക്കണേ. താങ്ക് യു. ശരി, ഓക്കെ. താങ്ക് യു. ഹലോ സാറേ, ഇനിയും സമയം വേണം. സമയം കഴിഞ്ഞു പോയാ സാറേ? എന്തെങ്കിലും പറഞ്ഞോ. ഹലോ, ഞാൻ ലളിതയാണ് സാറേ, ലളിത മോഹൻ. ഞാൻ തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വളരെ ഹാപ്പിയാണ്. അത് മാത്രമല്ല, ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു വണ്ടി എടുത്തു ഞാൻ എന്റെ പേരില്, ജീപ്പ്. ഞാൻ ഒഫീഷ്യലായിട്ട് ഹെൽത്തിന്റെ വർക്ക് ചെയ്യുന്ന. ഹലോ സാറേ, ഒരു മിനിറ്റ്. ഇതാരാണ് ഈ കാലും ചെരുപ്പൊക്കെ കൊണ്ട് ഇത്ര കാലം നടക്കുന്ന ഇവിടെ? എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നിക്ക് നിങ്ങൾ കാല് കഴുകുക, അല്ലെങ്കിൽ ഇവിടെ മുഖം കഴുകുക, എന്തെങ്കിലും വെച്ചാൽ എന്താ പറയും. എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ കിട്ടുന്നില്ല. നേരത്തെ ഉണ്ട് കുറെ കാലും ചെരുപ്പും കൊണ്ട് നടക്കുന്നവർ. ഒക്കെ പറഞ്ഞോളൂ. ലളിത പറഞ്ഞോ. സാറേ ഒരുപാട് താങ്ക് യു വെരി മച്ച്. ഏതാ വണ്ടി പറഞ്ഞ? ജീപ്പോ? അതേതാ? ജീപ്പാ എടുത്തത്. ഹെൽത്ത് ഓട്ടത്തിന് വേണ്ടിട്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വർക്ക് ചെയ്യുന്നു ഞാൻ. സാറ് മുമ്പ് പരിചയപ്പെടുന്നു, ലളിത മോഹൻ. ഞാൻ തൃശ്ശൂർ വന്നിരുന്നു. ഓർമ്മയുണ്ട്.
പ്രതീക്ഷിക്കാതെയാണ് സാറേ സംഭവിച്ചത്. ഒരുപാട് താങ്ക്സ്. ഇങ്ങനെയുള്ള സാർ സംഭവങ്ങൾ ഉണ്ടാവട്ടെ. സാറിന്റെ കൂടെ വന്നതിന് ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരാളാണ്. താങ്ക് യു, ഒരുപാട് താങ്ക് യു സാർ. ഇനിയും ഹലോ, ഇനിയും ഞാൻ ഒരുപാട് ശില്പയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ കേട്ടോ. താങ്ക് യു ഹലോ സാർ. സാർ, ശില്പ ഞാൻ പറഞ്ഞോ. ശില്പയാണ്. പറഞ്ഞു ശില്പ. നാളെ ഞങ്ങളൊരു യാത്ര പോവാണേ. അപ്പോ നല്ല ടെൻഷനൊക്കെ ആയിട്ടാണ് എല്ലാരും പോണത്. എന്നാലും വയസ്സായവരൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ എല്ലാവർക്കും തിരിച്ചെത്താൻ വേണ്ടിട്ട്. എന്താ നിങ്ങള് ടെൻഷൻ എടുത്തിട്ട് എന്തിനാണ് ഇത് യാത്ര പോകുന്നത്? എന്താ ടെൻഷൻ അടിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ യാത്ര പോകുന്നത്? ഇല്ല, ടെൻഷൻ അടിച്ചിട്ടല്ല, എല്ലാവരും ഫാമിലി ആയിട്ടാണ് പോണത്. അതാണ് ടെൻഷൻ അപ്പൊ അല്ലേ? അത് എപ്പോഴും അങ്ങനെയാണ്. ഫാമിലി ആയിട്ട് പോകുമ്പോൾ ടെൻഷൻ ഓട്ടോമാറ്റിക്. അതൊന്നും ചെയ്യേണ്ടതില്ല. അത് ഓട്ടോമാറ്റിക് അതല്ല, ഉണ്ടാവും. വയസ്സായവരും പ്രായമായവരൊക്കെ ഉണ്ടേ കൂടെ. അപ്പോ അല്ല, കുഴപ്പമൊന്നും ഇല്ലാണ്ട് തിരിച്ചെത്താൻ. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ നിങ്ങൾ അതായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞ നിയമം, ആ നിയമങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ടെൻഷനില്ല, വഴിയേ പോവുകയായിരുന്നു ടെൻഷനെ. അവനോട് പറഞ്ഞു ഇങ്ങോട്ട് വാ, ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, കുറച്ച് വയസ്സായ ആൾക്കാരുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് സ്പേസ് ഇവിടെയാണെന്ന് നമ്മൾ വലിച്ചു കൂട്ടിയതാണ്. സാറേ, ഞാൻ നേരത്തെ വോയിസ് ഒന്നും കേട്ടില്ല. ഞാൻ ഇപ്പൊ കയറിയുള്ളേ, കറണ്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ. നിങ്ങളിപ്പോ ഞാൻ പറയാൻ സംഭവം പറയാം. നിങ്ങള് ഉദ്ദേശം നിങ്ങളൊരു തീർത്ഥയാത്ര പോവുകയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യാത്ര പോകുന്നു അല്ലെ? ക്ഷേത്ര ദർശനമോ അങ്ങനെ ആയിരിക്കുമല്ലോ. ക്ഷേത്ര ദർശനമല്ല, ഞങ്ങള് ഒരു റിസോർട്ടിലേക്കാണ് പോണത്. അപ്പൊ പിന്നെ എന്തിനാണ് ടെൻഷൻ? റിസോർട്ടിലേക്ക് എന്തിനാണ് പോകുന്നത്? ടെൻഷൻ ഇറക്കി വെക്കാനാണോ ടെൻഷൻ കയറ്റി ടെൻഷൻ വെക്കാനാണോ? റിലീഫ് ചെയ്യാൻ വേണ്ടി പോണതാണ്. പക്ഷെ നിങ്ങൾ എന്താ ഈ പറയണത്? അതല്ല, നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടി നമ്മുടെ ക്ലാസ്സുകള് ഒരു സമയം കിട്ടുമ്പോ സാറിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രണ്ടു വർഷമായിട്ടൊക്കെയുള്ള കണ്ട് തുടങ്ങിയിട്ടേ. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കാര്യം ചെയ്യൂ. നിങ്ങളിപ്പോൾ ഒരു ഏത് വണ്ടിയിലൊക്കെ പോകുമ്പോ ആൾക്കാർക്ക് എന്റെ ക്ലാസ് കുറച്ചൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ. അപ്പൊ ടെൻഷൻ പോകുന്ന വഴി നമുക്ക് അവിടെ തീർച്ചയായിട്ടും സാറേ, തീർച്ചയായിട്ടും. താങ്ക് യു ഓൾ. സാറിന്റെ യാത്ര സുഖമായി വരട്ടെ. നല്ല സന്തോഷത്തിൽ എല്ലാവരും പോയി എൻജോയ് ചെയ്ത് വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു.